എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2107 ദിവസമാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ ശ്രീലേഖ ജിയാണ്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ മലയാളം സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ശ്രീലേഖ നമുക്ക് സുപരിചിതയാണ്. നമുക്കിപ്പോൾ ഒട്ടനവധി ക്ലാസ്സുകൾ ഡോക്ടർ എടുത്തു. എല്ലാ ക്ലാസ്സുകളും ഒന്നിനൊന്നിന് മെച്ചമായ ക്ലാസ്സുകളാണ് ഡോക്ടർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡോക്ടർ ക്ലാസ്സുമായി എത്തുന്നത് നമുക്ക് ഇന്ന് പറഞ്ഞു തരുന്ന വിഷയം ENT രോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയും എന്നുള്ള വിഷയത്തിലാണ് ഡോക്ടർ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ഡോക്ടറുടെ കാര്യം പറയുമ്പോൾ രാമകൃഷ്ണൻ ഡോക്ടറുടെ പേര് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ഡോക്ടറുടെ അറിവുകൾ ശ്രീലേഖ ഡോക്ടറിലൂടെ നമുക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം ഡോക്ടർ ശ്രീലേഖയെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടറെ തുടങ്ങും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എന്റെ വിഷയം ENT കംപ്ലൈന്റ്സ് ആൻഡ് ഇറ്റ്സ് ഹോമിയോപ്പതിക് മാനേജ്മെന്റ് എന്നാണ്. നമുക്ക് ക്ലിനിക്കില് സാധാരണ വരുന്ന ENT കേസസ്, ഇയർ നോസ് ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസസും സ്ലൈഡ് വിസിബിൾ അല്ലേ? ഇപ്പോഴും ഫ്രണ്ട് സ്ലൈഡ് ആണ് ENT കംപ്ലൈന്റ്സ് ആൻഡ് ഓക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലെ? കംപ്ലീറ്റ് കാണും. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ ഇയർ നോസ് ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈന്റ്സും അതിൽ നമ്മളുടെ ഹോമിയോപ്പതിന്റെ സ്കോപ്പും അതിൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസും നമ്മൾ ക്ലിനിക്കിൽ സാധാരണ പ്രാക്ടിക്കലി കൊടുത്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയ കേസസും മെഡിസിൻസും ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതും ഒറ്റ ക്ലാസ് കൊണ്ട് തീരില്ല, നമ്മൾ 2-3 ക്ലാസ് ആയിട്ടാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ക്ലിനിക്കിൽ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന കേസസ് മാത്രമാണ് പറയുന്നത്, ഫീഡ്ബാക്ക് കിട്ടിയതും അല്ലാതെ നമ്മൾ കൊടുത്തതും. പിന്നെ കുറച്ച് തിയററ്റിക്കൽ പോയിന്റ്സ് ഉണ്ട്, നമ്മൾ റെഫറൻസിന് വേണ്ടിയിട്ട് നോട്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ അതെല്ലാമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ന് കൂടുതലും ഇയറിനെ കുറിച്ചിട്ടുള്ള മെഡിസിൻസും അതിന്റെ പ്രിസ്ക്രിപ്ഷൻസും ആണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരെയും എന്റെ ക്ലാസ്സിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യം തന്നെ ഫീഡ്ബാക്ക് കേസാണ്. അത് രാം സാറിന്റെ തന്നെ സ്വന്തം കേസാണ് ഫീഡ്ബാക്ക് കേസ് എന്ന് പറയുന്നത്. ഒരു 8 to 10 years ബാക്ക് ഞാനൊക്കെ രാം സാറിന്റെ അടുത്ത് എത്തുന്ന വളരെ മുന്നേ തന്നെ സാർ എപ്പോഴും പറയും, സാർക്ക് പെട്ടെന്ന് ഒരു ദിവസം ചെവിയിൽ ഭയങ്കര ഇൻഫെക്ഷൻ വന്നു, ക്രോണിക് മിഡിലിയർ ഇൻഫെക്ഷൻ ആയി. എന്നിട്ട് അവസാനം സാറ് കുറച്ച് എന്തൊക്കെയോ ട്രീറ്റ് ചെയ്തു, പക്ഷെ ഒന്നും മാറുന്നില്ല. അപ്പൊ സാർക്ക് തന്നെ കുറെ ENT ഡോക്ടേഴ്സ് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പൊ സാറ് ഓരോ ഡോക്ടറിനെയും മാറി ആദ്യം ഒരു ഡോക്ടറിനെ പോയി കണ്ടു. അപ്പൊ അവര് പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം മിഡിൽ ഇയർ ഇൻഫെക്ഷൻ വന്നു, അതിന്റെ കൂടെ തന്നെ റൈറ്റ് ഇയർ ഒട്ടും കേൾക്കാതെയായി, ലെഫ്റ്റ് ഇയറിലൂടെ കുറച്ച് മാത്രം കേൾക്കാൻ പറ്റുന്ന പോലെ. അപ്പൊ സാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായി. അപ്പോഴാണ് സാറ് ENT ഡോക്ടേഴ്സിനെയൊക്കെ പോയി കണ്ടത്. ഇനി വൈകിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയി കണ്ടു. അപ്പൊ എല്ലാവരും പറഞ്ഞത് കംപ്ലീറ്റ്ലി ഡെഫായി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ഇയർ കംപ്ലീറ്റ്ലി ലോസ് ആണ്, ഹിയറിംഗ് പറ്റില്ല, ലെഫ്റ്റ് ഇയറിൽ 50% ഉള്ളൂ, ബാക്കി പോയി എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് സാറ് ഓരോ ഡോക്ടേഴ്സിനെയും മാറി, പലരും സർജറി വേണം, മെനിഞ്ചോട്ടോമി ചെയ്യണം, അങ്ങനെ പല ഓപ്ഷൻസും പറഞ്ഞു. എന്നിട്ട് അവസാനം സാറ് വേറൊരു ഡോക്ടറിനെ പോയി കണ്ടു. ആ ഡോക്ടർ പറഞ്ഞു ഇതിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനെ വിടാം, ഇനി ഇല്ലെങ്കിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡ് വെക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്താ വെച്ചാൽ ഹിയറിംഗ് എയ്ഡ് വെച്ചാൽ സാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഒന്ന് സ്റ്റെത്ത് വെച്ച് നോക്കാൻ പോലും പറ്റില്ല. അപ്പൊ സാർ ഇനി കരിയർ ഇതോടുകൂടി തീർന്നോ, ഇനി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് വളരെ ഡെസ്പറേറ്റ് ആയ ഒരു ടൈം ആയിരുന്നു എന്ന് സാർ എപ്പോഴും പറയും. അന്നാണ് ഒരു അസുഖം വരുമ്പോൾ ഒരാൾ എത്രമാത്രം ഡെസ്പറേറ്റ് ആവുന്ന സാർക്ക് മനസ്സിലാവുന്നത്. അത്രയും. എന്നിട്ട് എല്ലാവരും പറഞ്ഞു ഒന്നുമില്ല, എവറിത്തിങ് പോയി എന്ന് പറഞ്ഞു. അപ്പൊ അവസാനം ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞപ്പോ പിന്നെ സാറ് ENTനെ കാണിക്കണം നിർത്തിയിട്ട് സാർ എന്നെ മെഡിസിൻസ് എടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ സാറിന് ഉണ്ടായിരുന്ന സിംറ്റംസ് ആണ് അന്ന് എന്തൊക്കെ, മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ആണ്, ടോട്ടൽ ഡെഫ്നെസ് ആയിരുന്നു റൈറ്റ് ഇയറിൽ, പിന്നെ ലെസ് ഓഡിബിൾ ഇൻ ലെഫ്റ്റ് ഇയർ. അപ്പൊ സാറിന്റെ സിംറ്റംസ് ആണ് നടക്കുമ്പോ ഹെഡില് ആ സ്റ്റെപ്സ് റീഎക്കോ ചെയ്യുന്ന പോലെ തോന്നും, ആ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഒരു സൗണ്ട് കേട്ടാൽ അത് എവിടെന്നാ, ലെഫ്റ്റ് സൈഡിൽ നിന്നാണോ റൈറ്റ് സൈഡിൽ നിന്നാണോ എവിടെന്നാ അതിന്റെ ഡയറക്ഷൻ ഒരിക്കലും പറയാൻ പറ്റില്ല, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ എപ്പോഴും സാറ് പറയും തല ഭയങ്കര നമ്പായിട്ടാണ് ഉണ്ടായിരുന്നത്, ഒരു വുഡ് പോലെ. സാറ് ഇങ്ങനെയാ പറയാ, ആരെങ്കിലും ഇങ്ങനെ നമ്മൾ ഡോറിലൊക്കെ ഇങ്ങനെ തട്ടുമല്ലോ, തട്ടിയിട്ട് മേ കമ്മിന്ന് ചോദിക്കില്ലേ, അപ്പൊ ആ വരുന്ന സൗണ്ട് എന്താണ്, അതുപോലെയാണ് തലയിൽ ഇങ്ങനെ തട്ടുമ്പോ വരിക. അത്രയും ഒരു ഒന്നും ഇല്ലാത്തൊരു ഇതായിരുന്നു, ഹെഡൊക്കെ ഒരു വുഡ് കൊണ്ട് ഉണ്ടാക്കിയ പോലെ തോന്നും, ഡോറിൽ തട്ടുന്ന പോലെയാണ് തോന്നുക.
അപ്പൊ അവസാനം സാറ് പിന്നെ എല്ലാ ENT-നെയും നിർത്തി. കാരണം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡെഫായി ഹിയറിംഗ് എയ്ഡ് വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോ പിന്നെ എല്ലാം നിർത്തി. എന്നിട്ട് സാറ് കഴിച്ച മെഡിസിൻ ആണ് ഇത്. ആദ്യം കഴിച്ചത് പെട്രോളിയം ആണ് കഴിച്ചത്. പെട്രോളിയം 30 ഒരു 5 പിൽസ് കഴിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിമ്യൂർ 6X രണ്ടും 4 ടൈംസ് ഡെയിലി കഴിച്ചു. പിന്നെ ഇയർ എക്സസൈസ് ഉണ്ട്. നമ്മൾ പേഷ്യൻസിന് എല്ലാവർക്കും നമ്മൾ ഇപ്പോ ഇയർ ആയിട്ട് ഈ ഒട്ടൈറ്റിസ് മീഡിയ ആയിട്ട് വരുന്ന പേഷ്യൻസിന്റെ അടുത്ത് പ്രത്യേകം പറയും ഇയർ എക്സസൈസ് ചെയ്യണ്ട, അത് കൂടും. പക്ഷെ ഇപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് ഒട്ടൈറ്റിസ് മീഡിയ ഒക്കെ വരികയാണ്, അവർക്ക് ചെവി കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇയർ എക്സസൈസ് ചെയ്യാൻ പറയും. ആ ഇനീഷ്യൽ സ്റ്റേജിൽ സെപ്റ്റിക് സ്റ്റേജ് ഒക്കെ ഒന്ന് കഴിഞ്ഞ് അവർ ഡിസ്ചാർജ് ഒക്കെ വരുന്നത് നിന്ന് കഴിയുമ്പോൾ അവരുടെ അടുത്ത് ഇയർ എക്സസൈസ് ചെയ്തോളാൻ പറയും. അപ്പൊ ഇതില് സാറ് ഡെയിലി ഇയർ എക്സസൈസ് മുടങ്ങാതെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കഴിച്ചപ്പോ കുറച്ചൊന്ന് ബെറ്റർ ആയി തോന്നി. ആ ഒരു വുഡ് കൊണ്ടുള്ള ആ ഫീലിംഗ് ഒക്കെ നിന്നു, ഒരു നം ഫീലിംഗ് ഒക്കെ മാറി. അപ്പൊ പക്ഷെ പിന്നെ സാറ് കഴിച്ചത് കോസ്റ്റിക്കും നാട്രം സൾഫും ആണ് കഴിച്ചത്. കാരണം അത്രയും ഇന്റൻസ് ഡെസ്പിറേഷൻ ആയിരുന്നു. എന്താ പറയാ, എങ്ങനെങ്കിലും ഒന്ന് എനിക്ക് ശരിയായാ മതി എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പൊ അങ്ങനെ കഴിച്ചാണ് കോസ്റ്റിക്കും നാട്രം സൾഫും ഡെയിലി 4 ടൈംസ് വെച്ച് കഴിച്ചു. പിന്നെ ഓൾമോസ്റ്റ് ബെറ്റർ ആയപ്പോ പിന്നെ കാലിമ്യൂർ 6X മാത്രം കുറച്ച് ലോങ് ടേമിന് കഴിക്കുകയാണ് ചെയ്തത്. ആക്ച്വലി സാറിന് അത് 8 മന്ത്സ് എടുത്തു കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ സെറ്റ് വെച്ച് നോക്കാറുണ്ട്, പറയുന്നതെല്ലാം കേൾക്കും. അങ്ങനെ. പക്ഷെ ഒരു സമയത്ത് എല്ലാ ENT സ്പെഷ്യലിസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി രാമകൃഷ്ണന് ചെവി കേൾക്കില്ല, പോയി ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടിരിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് സാറിന്റെ ഒരു വിൽ പവറും കൊണ്ട് പറ്റില്ല, എനിക്ക് പ്രാക്ടീസ് ചെയ്യണം, ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. 8 മാസം മുടങ്ങാതെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടാണ് ശരിയായത്. അപ്പൊ അന്ന് കഴിച്ച മെഡിസിൻസ് ആണ് ഇതെല്ലാം. ഇനി ഇതിന്റെ പോയിന്റ്സ് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അതൊക്കെ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. ആദ്യം വരുന്നത് പെട്രോളിയം ആണ്. പെട്രോളിയം പറയുമ്പോൾ ക്രോണിക് യുസ്റ്റേഷ്യൻ കെറ്റാർ ആൻഡ് മിഡിൽ ഇയർ ഇൻഫെക്ഷൻ. ഹെഡ് ഫീൽസ് നംബ് ആസ് ഇഫ് മെയ്ഡ് ഓഫ് വുഡ്. It is usually felt in middle ear infections, brain problems, nasal blocks and congestion, sinusitis, etc. അതാണ് ഹെഡ് ഫീൽസ് നംബ് ആസ് ഇഫ് മെയ്ഡ് ഓഫ് വുഡ്. ആ ഒരു സിംറ്റം ഉള്ളതുകൊണ്ടാണ് പെട്രോളിയം സെലക്ട് ചെയ്തത്. പിന്നെ ക്രോണിക് യുസ്റ്റേഷ്യൻ കെറ്റാർ ആൻഡ് മിഡിൽ ഇയർ ഇൻഫെക്ഷൻ. അപ്പൊ അതാണ്. ഇപ്പൊ ഇത് ഹെഡ് ഫീൽസ് നംബ് എന്ന് പറയുന്നത് ഇതിൽ മിഡിൽ ഇയർ ഇൻഫെക്ഷനിൽ മാത്രമല്ല, അത് നേസൽ ബ്ലോക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൈനസൈറ്റിസിലോ ബ്രെയിൻ പ്രോബ്ലംസിലോ എന്തിലും ഈ സിംറ്റം കാണുകയാണെങ്കിൽ നമുക്ക് പെട്രോളിയം കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ കാലിമ്യൂർ, അത് ക്രോണിക് കെറ്റാറൽ കണ്ടീഷൻസ് ഓഫ് ദ മിഡിൽ ഇയർ, ഗ്ലാൻസ് അറൌണ്ട് ദ ഇയർ സ്വെല്ലൻ. ഇയറുമായിട്ടുള്ള എന്ത് കെറ്റാറൽ കണ്ടീഷൻസിനും ക്രോണിക് ആണെങ്കിൽ കാലിമ്യൂർ കൊടുക്കാം. പിന്നെ രാം സാർ എപ്പോഴും പറയും കാലിമ്യൂർ എന്ന് പറയുമ്പോൾ ടു അബ്സോർബ് ആണ്. അത് എന്താണെങ്കിലും ഇപ്പൊ ഒരു പസ് വരുന്നുണ്ട്, ഡിസ്ചാർജ് ഒക്കെ ഉണ്ടെങ്കിൽ ടു അബ്സോർബ് ആണെങ്കിൽ കാലിമ്യൂർ 6X, ടു എക്സ്പെൽ ആണെങ്കിൽ സൈലീഷ്യ 6X എന്നാണ് പറയുക. അങ്ങനെ. അപ്പൊ ഇത് ഇവിടെ അബ്സോർപ്ഷന് വേണ്ടി നമ്മൾ കാലിമ്യൂർ 6X കഴിച്ചു. അപ്പൊ ആദ്യം പെട്രോളിയം 30 കാലിമ്യൂർ 6X ആണ് കഴിച്ചത്. അത് കുറച്ചൊന്ന് ബെറ്റർ ആയി തോന്നി. ആ ഒരു വുഡ് കൊണ്ടുണ്ടാക്കിയ ആ സെൻസേഷൻ ഒക്കെ മാറിയപ്പോഴാണ് പിന്നെ കോസ്റ്റിക്കും നാട്രം സൾഫും. കോസ്റ്റിക്കത്തിന്റെ പോയിന്റ് ആണ് വേർഡ്സ് ആൻഡ് സ്റ്റെപ്സ് റീഎക്കോ ഇൻ ഇയേഴ്സ് ആൻഡ് ഓൾസോ ഇൻ ഹെഡ്. ക്രോണിക് മിഡിൽ ഇയർ ഇൻഫെക്ഷൻ വിത്ത് ഡെഫ്നെസ് വിത്ത് എക്സ്ട്രീം മെന്റൽ ഡെസ്പെയർ. അത് നാട്രം സൾഫിനും ഉണ്ട്. കോസ്റ്റിക്കും നാട്രം സൾഫും. ഡെസ്പിറേഷൻ ബിക്കോസ് ഓഫ് എനി കംപ്ലൈന്റ്. അതിപ്പോ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ തന്നെ ആവണമെന്നില്ല, നമ്മളിത് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് കോസ്റ്റിക്കും നാട്രം സൾഫും എന്ന് പറയുന്നത്. അത് ഏത് കേസ് ആയിക്കോട്ടെ, ഇനി ക്യാൻസർ ആയിക്കോട്ടെ, അമിനോറിയ ആയിക്കോട്ടെ, മൈഗ്രെയിൻ ആയിക്കോട്ടെ, ചില പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വന്ന് പറയും ഡോക്ടർ എങ്ങനെങ്കിലും എനിക്കൊന്ന് ശരിയായി കിട്ടിയാൽ മതി എന്ന്. അവരുടെ ആ ഫേസിൽ നമുക്ക് ആ ഡെസ്പിറേഷൻ കാണാൻ വേണ്ടി പറ്റും നമ്മളുടെ അടുത്ത് പറയുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളതിന് നമ്മൾ എപ്പോഴും കൊടുക്കുക കോസ്റ്റിക്കും നാട്രം സൾഫും ആണ്. ഒരുപാട് കേസസിന് കൊടുത്തിട്ടുണ്ട്, എല്ലാം നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് എക്സ്ട്രീം ഡെസ്പെയർ ടു ഗെറ്റ് വെൽ, അതാണ് കോസ്റ്റിക്കും നാട്രം സൾഫും. കോസ്റ്റിക്കം നാട്രം സൾഫർ എക്സ്ട്രീം ഡെസ്പെയർ ടു ഗെറ്റ് വെൽ, അതൊരു കോമ്പിനേഷൻ ആണ്. കോസ്റ്റിക്കം 30 കൊടുക്കും, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നാട്രം സൾഫ് 6X ഒരു 3 ടാപ്സ് കൊടുക്കും, ഡെയിലി 3 or 4 ടൈംസ് കൊടുക്കും. അങ്ങനെ. ഇത് സാറിന്റെ കേസാണ്. ഇതേപോലെ തന്നെ നമ്മളുടെ അടുത്തൊരു 75-80 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്, കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോ ആൾക്ക് ഏജ്ഡ് ആണ്, ആൾക്ക് സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് അതിന്നൊക്കെ ആള് പതുക്കെ റിക്കവർ ആയിട്ട് വന്നു. പക്ഷെ ആൾക്ക് ചെവി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ അടുത്ത് വന്നത് പേഷ്യന്റ്. അപ്പൊ നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മളുടെ കൺസൾട്ടിങ് റൂമിന്റെ ഡോറിന്റെ അവിടെ നിന്നിട്ട് നമ്മൾ വരൂ എന്നൊക്കെ പറയുമ്പോൾ പേഷ്യന്റ് ഒന്നും മനസ്സിലാവില്ല, എന്താ ഇവര് പറയണമെന്ന് ഒന്നും കേൾക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ കൊടുത്തത് ആ പേഷ്യന്റും അതേപോലെയായിരുന്നു, ചെവി കേൾക്കുന്നില്ല, ആരും പറയണതൊന്നും മനസ്സിലാവണില്ല. ആള് കോയമ്പത്തൂരാണ്, വലിയ കൃഷിയൊക്കെയാണ്, പക്ഷെ വീട്ടിലും മക്കളും ഭാര്യ എല്ലാവരും ഉണ്ട്, പക്ഷെ ആര് പറയണതും ആൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല.
അപ്പൊ ഇവരൊക്കെ ഇനി എന്താ പറയണ ഒന്നും അറിയുന്നില്ല. അപ്പൊ ആൾക്കത് ഭയങ്കര ഡെസ്പറേറ്റ് ആയിരുന്നു. അപ്പൊ നമ്മളുടെ അടുത്ത് വരുമ്പോ ആ പേഷ്യന്റിനും നമ്മൾ കൊടുത്തത് കോസ്റ്റിക്കും നാട്രം സൾഫും ആണ് കൊടുത്തത്. പിന്നെ അതേപോലെ ആ പേഷ്യന്റിന് വേരിയോളിനും 200 കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീക്ക്ലി 1 ഡോസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. വേരിയോളിനും പറയുന്നത് ഡെഫ്നെസ് എന്ന് മാത്രമേ അതിൽ ബോറിക്കില് പറയുന്നുള്ളൂ. അപ്പൊ ഡെഫ്നെസ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് അത്രയും മീൻസ് സിമിലിമോ സൂട്ടബിൾ ആയിരിക്കുമല്ലോ പറഞ്ഞിട്ടാണ് നമ്മൾ വേരിയോളിനും കൂടെ കൊടുത്തത്. കോസ്റ്റിക്കും നാട്രം സൾഫാണ്. അത് കുറച്ച് 1 മാസമോ 2 മാസമോ ഒക്കെ പേഷ്യന്റ് കഴിക്കുമ്പോഴേക്കും തന്നെ പിന്നീട് പേഷ്യന്റ് നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു. അത് എത്രയോ കാലം പേഷ്യന്റ് സ്ട്രോക്ക് ഒക്കെ ഒരു 10 വർഷം മുന്നേ വന്നതാണ്. അതിനുശേഷമാണ് പേഷ്യന്റ് ഡെഫ് ആയിട്ട് മീൻസ് ചെവി കേൾക്കാതെയായത്. ഒരു 8-10 വർഷം കഴിഞ്ഞിട്ടാണ് പേഷ്യന്റ് നമ്മളുടെ അടുത്ത് വരുന്നത്. എന്നിട്ട് നമ്മൾ ഈ മെഡിസിൻ കൊടുത്തു. ഒരു 1 or 2 months ഉള്ളിൽ തന്നെ പേഷ്യന്റ് ഹിയറിംഗ് ബെറ്റർ ആയി തുടങ്ങി. അപ്പൊ കൂടെ എപ്പോഴും ആ പേഷ്യന്റ് ഫ്രണ്ടും കൂടെ വരും കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഫ്രണ്ട് തന്നെ പറയും ഇപ്പൊ അത്യാവശ്യം നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് വരുമ്പോൾ ആ കൺസൾട്ടിംഗ് റൂമിന്റെ ഡോറിന്റെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വരൂ എന്നൊക്കെ പറയുമ്പോൾ ആ പേഷ്യന്റ് സംസാരിക്കണതൊക്കെ പേഷ്യന്റ് പിന്നീട് കേൾക്കാൻ തുടങ്ങി. പക്ഷെ ആദ്യം വരുമ്പോൾ അങ്ങനെ കേൾക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ആ പേഷ്യന്റ് അടുത്തും സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഇയർ എക്സസൈസും ചെയ്യാൻ പറയും. അതേപോലെ തന്നെ മെഡിസിനും പേഷ്യന്റ് റെഗുലർ ആയിട്ട് കഴിച്ചു. അത് ഒരു എന്താ പറയാ, നമുക്ക് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു. കാരണം 80 ഇയേഴ്സിന്റെ അടുത്ത് ആവാനായി. അപ്പൊ ഓൾറെഡി 8 to 10 ഇയേഴ്സ് ആയിട്ട് പേഷ്യന്റിന് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോഴേ പറഞ്ഞു നിങ്ങൾ മെഡിസിൻ കഴിക്കുമ്പോൾ ഇപ്പൊ കഴിച്ചു നാളെ തന്നെ റിസൾട്ട് കിട്ടിയെന്നില്ല. ഓൾറെഡി ഏജ്ഡ് ആണ്. അപ്പൊ ഏജ്ഡ് ആയതിന്റെ ഒരു ചേഞ്ചസും ബോഡിയിൽ വന്നു തുടങ്ങും. അപ്പൊ മേ ബി അങ്ങനെയും അപ്പൊ അതുകൊണ്ട് ഹിയറിംഗ് ഇനി ഫുൾ ആയിട്ട് പോയോന്നും നമുക്ക് അറിയില്ല. അപ്പൊ കഴിച്ചു നോക്കാം. പക്ഷെ നോക്കുമ്പോൾ തന്നെ കുറച്ചൊരു 6 to 1 year കഴിക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് അറിയുള്ളൂ. പെട്ടെന്ന് റിസൾട്ട് വേണം പറയരുത് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തത്. പക്ഷെ സർപ്രൈസിംഗ്ലി ഒരു 1 or 2 months ഉള്ളിൽ തന്നെ പേഷ്യന്റിന് ഭയങ്കര റിസൾട്ട് ആയിരുന്നു. കോസ്റ്റിക്കും നാട്രം സൾഫും അത് കൊടുക്കാൻ കാരണം ഇത് തന്നെയാണ്, എക്സ്ട്രീം ഡെസ്പയർ ടു ഗെറ്റ് വെൽ. അതാണ് കോസ്റ്റിക്കത്തിന്റെയും നാട്രം സൾഫിന്റെയും പോയിന്റ്. അപ്പൊ ആദ്യത്തെ തന്നെ രാംസാറിന്റെ ഫീഡ്ബാക്ക് കേസ് ആണ്. ഇതെല്ലാവർക്കും കിട്ടി വിചാരിക്കണു. ഇനി നെക്സ്റ്റ് പ്രിസ്ക്രിപ്ഷനിലോട്ട് പോവാം. അടുത്തതും മൈ ഫേവറേറ്റ് പ്രിസ്ക്രിപ്ഷൻ ഫോർ ഒട്ടൈറ്റിസ് മീഡിയ ഓർ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ, ഗോട്ട് ലോട്ട്സ് ഓഫ് ഫീഡ്ബാക്ക് ഫ്രം ദിസ് പ്രിസ്ക്രിപ്ഷൻ. നമ്മൾ ഏറ്റവും കൂടുതൽ പേഷ്യൻസിന് കൊടുക്കുന്നതും ഈ പ്രിസ്ക്രിപ്ഷൻ ആണ്. അതും ഇപ്പൊ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ പറഞ്ഞിട്ട് പേഷ്യന്റ് വരുമ്പോ തന്നെ പേഷ്യന്റിന്റെ അടുത്ത് ചിലപ്പോൾ ഇയറിന് ഡിസ്ചാർജ് ഒക്കെ വരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അറിയാം മിഡിൽ ഇയർ ഇൻഫെക്ഷൻ പറയുമ്പോൾ സെപ്റ്റിക് കണ്ടീഷൻ ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ അതിന് കൊടുക്കുക തൂജ വണ്ണം വീക്ക്ലി 1 ഡോസ്. ഒരു 4 weeksേ കൊടുക്കുള്ളൂ. 4 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൂജ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഈ തൂജ വണ്ണം കൊടുക്കുന്ന ദിവസം വേറെ മെഡിസിൻസ് ഒന്നും വേണ്ട എന്ന് പറയും. അന്ന് ആ തൂജ വണ്ണം മാത്രം കഴിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ പൈറോജൻ 30 കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിഫോ 6x. ഒരുപാട് വേദന ഉണ്ടെങ്കിൽ 2 അവർലി കഴിക്കാൻ പറയാം. അത്ര പെയിൻ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ ഡെയിലി 4 times ആക്കുക. പിന്നെ കുറച്ചൊന്ന് നല്ലോണം ബെറ്റർ ആയി തോന്നുകയാണെങ്കിൽ പിന്നെ ഇതൊക്കെ നിർത്തിയിട്ട് കാലിമ്യൂർ 6x മാത്രം കുറച്ച് ലോങ് ടേമിന് കഴിക്കാൻ വേണ്ടി പറയാം. ഇനി ഒരു 1 month ആയിട്ട് നമ്മൾ പൈറോജൻ കൊടുത്തിട്ട് അങ്ങനെ ഇംപ്രൂവ്മെന്റ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൈറോജൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഹെപ്പാർ സൾഫ് ആണ് കൊടുക്കുക. ഹെപ്പാർ സൾഫ് 30th potency ആണ് കൊടുക്കാറ്. ഇതിന്റെ പോയിന്റ്സ് പറഞ്ഞു തരാം. തൂജ എന്ന് പറയുന്നത് ക്രോണിക് ഒട്ടൈറ്റിസ് വിത്ത് പ്യൂർലൻ ഡിസ്ചാർജ് ഫ്രം ഇയേഴ്സ്, ക്രീക്കിംഗ് സൗണ്ട്സ് ഇൻ ഇയേഴ്സ് വെൻ swallowing. അതാണ് തൂജന്റെ പോയിന്റ്. ക്രോണിക് ഒട്ടൈറ്റിസ് വിത്ത് പ്യൂർലൻ ഡിസ്ചാർജ് ഫ്രം ഇയേഴ്സ്, അതിനാണ് നമ്മൾ കൊടുക്കുക. പിന്നെ പൈറോജൻ ഗുഡ് ഫോർ സെപ്റ്റിക് കണ്ടീഷൻസ് എനിവേർ ഇൻ ദ ബോഡി ഇൻക്ലൂഡിങ് ഇയർ. ഞാൻ ഇതിന് മുന്നും ഒരുപാട് ക്ലാസ്സസിൽ പറഞ്ഞിട്ടുണ്ട്. പൈറോജൻ എന്ന് പറയുമ്പോൾ എവിടെ ബോഡിയിൽ, ഇയർ എന്നല്ല എവിടെയാണെങ്കിലും ഒരു സെപ്റ്റിക് കണ്ടീഷനോ അല്ലെങ്കിൽ പസ് ഫോമേഷനോ എന്തുണ്ടെങ്കിലും നമുക്ക് പൈറോജൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നേ വരെ ഒരു നെഗറ്റീവ് റിസൾട്ടും പൈറോജന് കിട്ടിയിട്ടേ ഇല്ല. ഫുൾ പോസിറ്റീവ് ഫീഡ്ബാക്സ് മാത്രമേ പൈറോജന് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കൊടുക്കാം. ഗുഡ് ഫോർ സെപ്റ്റിക് കണ്ടീഷൻസ് എനിവേർ ഇൻ ദ ബോഡി ഇൻക്ലൂഡിങ് ഇയർ. അത് ഈവൻ UTI ആണെങ്കിൽ പോലും നമുക്ക് പൈറോജൻ കൊടുക്കാം. Next, Califo 6x. Separation of the middle ear with a discharge of watery, dirty, brownish and very fetid pus, humming and buzzing in ears also. ഇതാണ് Califosന്റെ point. Separation of the middle ear with a discharge of watery, dirty, brownish and very fetid pus. കാലിഫോസ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഡിസ്ചാർജസിനെല്ലാം വളരെ ഒഫൻസീവ് ആയിരിക്കും. കാലിഫോസും കുറച്ചൊരു സെപ്റ്റിക് സ്റ്റേറ്റിൽ വരുന്ന മെഡിസിൻ ആണ്. അവിടെ എന്തെങ്കിലും പേഷ്യന്റിന് ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ സെപ്സിസ് ഉണ്ടാവും കാലിഫോസ് കൊടുക്കുമ്പോൾ. അതേപോലെ എല്ലാ ഡിസ്ചാർജസും കാലിഫോസിന്റെ ഒഫൻസീവ് ആയിരിക്കും. അപ്പൊ ഇയർന്നുള്ള ഡിസ്ചാർജും ഭയങ്കര ഫെറ്റഡ് ആയിരിക്കും എന്നാണ് പറയണത്.
പിന്നെ ഹെപ്പാർ സൾഫ് ആണ് പറഞ്ഞത്. ആദ്യം പൈറജൻ കൊടുക്കും, അതിൽ ഇംപ്രൂവ്മെന്റ് ഇല്ലെങ്കിലാണ് നമ്മൾ ഹെപ്പാർ സൾഫ് കൊടുക്കുക. ഹെപ്പാർ സൾഫിന്റെ പോയിന്റ് ഡിസ്ചാർജ് ഓഫ് ഫെറ്റിഡ് പസ് ഫ്രം ദ ഇയേഴ്സ്, വിസ്സിംഗ് ആൻഡ് ത്രോബിംഗ് ഇൻ ഇയേഴ്സ് വിത്ത് ഹാർഡ്നെസ് ഓഫ് ഹിയറിംഗ്. അതായത് ഒട്ടൈറ്റിസ് മീഡിയ ഉണ്ടാവും, അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഫെറ്റിഡ് പസ് ആണ് വരിക, അതിന്റെ കൂടെ തന്നെ ചെവി കേൾക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. വിസിങ് ആൻഡ് ത്രോബിംഗ് ഇൻ ഇയേഴ്സ്. അപ്പൊ ഇതാണ് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ. തൂജ വണ്ണം വീക്ക്ലി 1 ഡോസ്, അത് 4 ആഴ്ച കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ആഫ്റ്റർ 1 മന്ത്, അതാണ് 4 ആഴ്ച കൊടുക്കുക, പിന്നെ നിർത്തുക. പ്ലസ് ഓൺ അതർ ഡേയ്സ് പൈറജൻ 30 ഒരു 5 നമ്മൾ പിൽസിലായിട്ടാ കൊടുക്കുക, നമ്പർ 30 പിൽസിൽ. അപ്പൊ അത് 5 ഗുളിക കൊടുക്കും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിഫോ 6X 3 ടാബ്ലറ്റ്. ഒന്നെങ്കിൽ വേദന ഒരുപാട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ഒരുപാട് ഉണ്ട് അല്ലെങ്കിൽ അവർലി കഴിക്കാൻ പറയും, നോട്ട് ഡ്യൂറിങ് സ്ലീപ്പ്. അല്ലാതെ കുഴപ്പമില്ല, വേദനയൊക്കെ പിന്നെ കുറഞ്ഞു കഴിയുകയാണെങ്കിൽ ഡെയിലി 4 ടൈംസ് കഴിക്കാൻ പറയും. കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് എല്ലാം സ്റ്റോപ്പ് ആയി, പേഷ്യന്റിന് വേദന ഒട്ടുമില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് കാലിമ്യൂർ 6X മാത്രം ഒരു 2 ഗുളിക വെച്ചിട്ട് 3 നേരം കുറച്ചൊരു ലോങ് ടേമിന് 2 മാസമോ 3 മാസമോ കഴിക്കാൻ വേണ്ടി പറയും. അതിൽ തന്നെ ഏകദേശം 95% ഓഫ് കേസസും നമുക്ക് ക്യൂർ ആയിട്ടുണ്ട് ഈ ഒരു പ്രിസ്ക്രിപ്ഷനിൽ. അപ്പം അതാണ് ഈ കാലിമ്യൂർ കൊടുക്കുന്നത് മെയിൻലി അബ്സോർപ്ഷനാണ്. ഇപ്പൊ ചില കേസൊക്കെ ഇപ്പൊ ഡെഫ്നെസ് എന്ന് പറഞ്ഞിട്ട് വരും, ഇല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ട് ഒട്ടൈറ്റിസ് മീഡിയ വന്നുകൊണ്ടേ ഇരിക്കണു എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കാലിമ്യൂർ കൊടുക്കാം. ഇപ്പൊ 2 നേരം വെച്ച് കഴിക്കാൻ പറഞ്ഞാലും മതി. ഇപ്പൊ രാവിലെ ഒരു 2 ടാബ്ലറ്റ്, അല്ലെങ്കിൽ രാത്രി ഒരു 2 ടാബ്ലറ്റ്, അല്ലെങ്കിൽ ഒരു നേരം വെച്ചിട്ടാണെങ്കിലും കുറച്ച് ലോങ് ടേമിന് കഴിക്കണോണ്ട് ഒരു തെറ്റുമില്ല, കാലിമ്യൂർ കഴിക്കണോണ്ട് അത് കഴിക്കാം. നെക്സ്റ്റും ഒരു ഫീഡ്ബാക്ക് കേസാണ്. ക്രോണിക് മിഡിലിയർ ഇൻഫെക്ഷൻസ് വിത്ത് പെർഫറേഷൻ ഓഫ് ദ ടിംബാനം ഓഫ് ഇയർ സ്റ്റാൻഡിങ്. അത് കുറെ പേഷ്യൻസ് ഇങ്ങനെയും വന്ന് പറയാറുണ്ട്. ഇപ്പൊ നമ്മളുടെ അടുത്ത് വന്നിട്ട് പറയും ചെവിയിൽ ഓട്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പറയും. ഈ പേഷ്യൻസ് ഒക്കെ പറയുമ്പോൾ ഇപ്പോ അവർക്ക് ക്രോണിക് ആയിട്ട് മിഡിലിയർ ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ അവർ ചിലപ്പോൾ ENT സ്പെഷ്യലിസ്റ്റിനെ പോയി കാണിക്കും, അവർ മെഡിസിൻ കൊടുക്കും, മാറും, തിരിച്ചു വീണ്ടും വരും. അവർ പല ഇൻവെസ്റ്റിഗേഷൻസും അവിടെ നടത്തിയിട്ട് ആ റിപ്പോർട്ട്സും കൊണ്ടായിരിക്കും നമ്മളുടെ അടുത്ത് വരിക. അപ്പൊ അലോപ്പതി ഡോക്ടേഴ്സ് പല ഇൻവെസ്റ്റിഗേഷൻസും കഴിഞ്ഞ് അവർ ഡയഗ്നോസ് ചെയ്തതായിരിക്കും പെർഫറേഷൻ ഓഫ് ദ ടിംബാനം പറഞ്ഞിട്ട്. ടിംബാനത്തിൽ ഓട്ടയാണ്, ഇയർ ഡ്രമ്മിൽ ഓട്ടയാണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പേഷ്യൻസ് വരിക. ചെവിയിൽ ഓട്ടയാണ് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരിക്കും എല്ലാ റിപ്പോർട്ട്സും ആയിട്ടായിരിക്കും വരിക. അപ്പൊ അതാണ് അവര് അലോപ്പതി ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിക്കും, എന്നിട്ടും റിസൾട്ട് കിട്ടിയില്ല. പിന്നെ അവർ അവസാനം പറയും ഇനി സർജറിയെ ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ റെക്കറന്റ് ആയിട്ട് വരികയാണെങ്കിൽ പറഞ്ഞിട്ടാണ് നമ്മളുടെ അടുത്ത് വരിക. അപ്പൊ നമ്മൾ കൊടുക്കാം. ചില പേഷ്യൻസ് അങ്ങനെ വരുമ്പോ തന്നെ അവർക്ക് അപ്പൊ പസ്സും വരുന്നുണ്ട്, അവർക്ക് ഇങ്ങനെ റെക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അവര് പറയും ഇപ്പോഴും ചെവിന്ന് ഒരു വൈറ്റ് യെല്ലോ കളറിലോ വൈറ്റ് കളറിലോ ഇങ്ങനെ ഫ്ലൂയിഡ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് അവർ പറയും. അപ്പൊ നമ്മൾ പൈറജൻ 30 കൊടുക്കും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിഫോ 6X മെഡിക്കേറ്റഡ് വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് മെർക്ക് സൈനൈറ്റസ് 30 4 നേരം വെച്ച് കൊടുക്കും. ഇനി ഇതല്ല, കാലിഫോസും പൈറജനും മെർക്ക് സൈനൈറ്റസും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ അധികം വില്ലേജിലായതുകൊണ്ട് അധികം ചാർജ് ചെയ്യില്ല നമ്മള്. അപ്പൊ അതുകൊണ്ട് കാലിഫോസിലും മെർക്സൈനേറ്റസും മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അങ്ങനെ മെഡിക്കേറ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ പൈറോജനും മെർക്സൈനേറ്റസും കാലിഫോസും 3 മരുന്നായിട്ട് കൊടുക്കുന്നതിലും തെറ്റില്ല. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ സാധാരണ എങ്ങനെയാ കൊടുക്കുക, പൈറോജൻ 30 കൊടുക്കും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിഫോ 6X തന്നെ മെർക്സൈനേറ്റസ് മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കും 4 ടൈംസ് ഡെയിലി. ഇനി ആ ഡിസ്ചാർജ് ഒക്കെ നിന്നു, പെയിൻ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൈറോജൻ സ്റ്റോപ്പ് ചെയ്യും. കാരണം നമ്മൾ പൈറോജൻ കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ ആ സെപ്റ്റിക് സ്റ്റേറ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈറോജൻ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു സെപ്സിസ് ഒക്കെ പോയി, അങ്ങനെ പോകുമ്പോഴാണല്ലോ പേഷ്യന്റിന് വേദന കുറയുന്നതും ഡിസ്ചാർജ് നിൽക്കുന്നതും എല്ലാം. അപ്പൊ അതൊക്കെ കഴിയുമ്പോൾ നമ്മൾ പൈറോജൻ മാറ്റിയിട്ട് മെർക്സൈനേറ്റസ് 30 കൊടുക്കും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിമ്യൂർ 6X, അങ്ങനെ 3 ടൈംസ് ഡെയിലി കൊടുക്കും. അത് ഏകദേശം ഓൾമോസ്റ്റ് 3 മന്ത്സും കൊണ്ട് തന്നെ അത് ക്യൂർ ആവാറും ഉണ്ട്. ഇതാണ് പൈറോജന്റെയും കാലിഫോസിന്റെയും കാലിമ്യൂറിന്റെ ഒക്കെ പോയിന്റ് ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗുഡ് ഫോർ സെപ്റ്റിക് കണ്ടീഷൻസ് എനിവേർ ഇൻ ദ ബോഡി ഇൻക്ലൂഡിംഗ് ഇയർ. കാലിഫോസ് സെപ്പറേഷൻ ഓഫ് ദ മിഡിൽ ഇയർ ആണ് വിത്ത് ഡിസ്ചാർജ് ഓഫ് വാട്ടറി ഡേർട്ടി ബ്രൗണിഷ് ഇൻ വെരി ഫെറ്റിഡ് പസ് ഹമ്മിങ് ആൻഡ് ബസ്സിംഗ് ഇൻ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലിമ്യൂറും ക്രോണിക് കെറ്റാറൽ കണ്ടീഷൻ ആണ്, ഓഫ് ദ ഇയർ ആണ്. അത് പിന്നെ അബ്സോർപ്ഷനും നല്ലതാണ്. പിന്നെ മെർക്സൈനൈറ്റസിന്റെ പോയിന്റ് ആണ് ഇനി പറയാനുള്ളത്. സിഫ്ലിറ്റിക് അൾസേഴ്സ് വെൻ പെർഫറേഷൻ ട്രെറ്റൻസ്, ഈ ഒരു പോയിന്റ് ആണ് ബോറിക്കിൽ ഉള്ളത് മെർക്സൈനൈറ്റസ് വായിക്കുമ്പോൾ. അപ്പോ ഈ സിഫ്ലിറ്റിക് അൾസേഴ്സ് വെൻ പെർഫറേഷൻ ട്രെറ്റൻസ് പറയുമ്പോൾ പെർഫറേഷന് എല്ലാവിടെയും അത് നല്ലതാണ്. അത് ആ അൾസർ ആവണം തന്നെ ഇല്ല, ബോഡിയിൽ എവിടെ പെർഫറേഷൻ ഉണ്ടെങ്കിലും അത് നല്ലതാണ്, ഇൻക്ലൂഡിങ് ഫിസ്റ്റുല.
ഫിസ്റ്റുലയ്ക്കും നമ്മൾ മെർക്സൈനേറ്റസ് കൊടുക്കാറുണ്ട്. കുറെ കേസിൽ അതിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫിസ്റ്റുല എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഡ്രസ്സിങ്ങും അതിന്റെ ഹൈജീനും മാനേജ്മെന്റും കൂടെ നമ്മൾ നല്ലോണം നോക്കണം. പക്ഷെ അതിൽ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് ഫിസ്റ്റുലയ്ക്ക് മെർക്സൈനേറ്റസ് എന്ന് പറയുന്നത്. ബോഡിയിൽ എവിടെ പെർഫറേഷൻ ഉണ്ടെങ്കിലും അത് മെർക്സൈനേറ്റസ് ആക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇയറിന്റെ തന്നെ ഈ കേസിൽ ഇപ്പോൾ പെർഫറേഷൻ ഓഫ് ദ ടിംബാനം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഏകദേശം എല്ലാ കേസിലും നമ്മൾ മെർക്സൈനേറ്റസ് ആണ് കൊടുക്കുക. ചില പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വരുമ്പോൾ ഒരു ഓൾറെഡി അലോപ്പതി ഒക്കെ കാണിച്ച് ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചിട്ട് ആ സെപ്റ്റിക് കണ്ടീഷൻ ഒക്കെ മാറിയിട്ടായിരിക്കും വരിക. ഡോക്ടറെ ഞങ്ങൾ കുറേ തവണയായി ഇപ്പൊ എല്ലാ മാസവും ചെവിയിൽ ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കണം, ഈ റീസെന്റ് ആയിട്ടും വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ആന്റിബയോട്ടിക് കഴിച്ചു, ഇനി ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പൊ ആ സമയത്ത് അവർക്ക് ഇൻഫെക്ഷനോ വേദനയോ ഡിസ്ചാർജോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മെർക്സൈനേറ്റസും കാലിമ്യൂറും കൊടുക്കും 3 times ഡെയിലി. അങ്ങനെ പിന്നെ ചിലപ്പോ നമ്മൾ ആ കോഴ്സിൽ തന്നെ ഇപ്പൊ ഒരിക്കൽ ഒരു ക്രോണിക് ആയിട്ട് വരുന്നു, നമ്മൾ മെഡിസിൻ കൊടുത്തു മാറി, ഇനി ജീവിതത്തിൽ ഒരിക്കലും വരില്ല നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഇങ്ങനത്തതൊക്കെ. കാരണം ചിലപ്പോൾ പേഷ്യന്റ് കുറച്ചു കാലം കഴിഞ്ഞിട്ട് നല്ല സിവിയർ റെയിൻഫോൾ ഒക്കെ കൊണ്ടു, ഒരു 2-3 ദിവസം അടുപ്പിച്ച് നല്ല മഴ കൊണ്ടു, ചെവിയിൽ വെള്ളം കയറി, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ഒരുപാട് യാത്ര ചെയ്തു, ഹിൽ റേഞ്ചിലെ ഹിൽ സ്റ്റേഷൻസിലൊക്കെ പോയി, അപ്പൊ ആ സമയത്ത് പ്രഷർ വേരിയേഷൻ വന്നു, നല്ലോണം കാറ്റ് പോയി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വരാനുള്ള ചാൻസ് വീണ്ടും കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പേഷ്യന്റ് അടുത്ത് പറയും, ഇങ്ങനെ വന്ന പേഷ്യന്റ് അടുത്ത് ജീവിതകാലം മുഴുവനും കുളിക്കുമ്പോഴാണെങ്കിലും ഒരു കോട്ടൺ ചെവിയിൽ വെച്ച് കുളിക്കണം. അതേപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ചെവിയിലൊന്നും കാറ്റ് കയറാത്ത പോലെ എന്തെങ്കിലും ചെവി കവർ ചെയ്യണം. മഴ വന്നാൽ ചെവിയിൽ വെള്ളം കയറാത്ത പോലെ അപ്പോഴും ചെവി കവർ ചെയ്യണം എന്നൊക്കെ നമ്മൾ പേഷ്യന്റ് അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ചിലപ്പോൾ ചില പേഷ്യൻസ് ഒക്കെ വന്ന് പറയും ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവര് വരിക. അവർ വരുമ്പോഴേ പറയും എന്റെ ചെവിയിൽ ഞാൻ 2-3 ദിവസം നല്ലോണം മഴ കൊണ്ടു, നിറയെ വെള്ളം കയറി, ടൂർ എവിടെയെങ്കിലും പോയതായിരിക്കും, അപ്പൊ വെള്ളം കയറി, അതിനുശേഷം എനിക്ക് ചെവി വേദനിക്കണോന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പൊ എപ്പോഴും ഇങ്ങനെ വരുന്ന പേഷ്യൻസിന്റെ അടുത്ത് അവർക്ക് ഇനി റെക്കർ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പൊ അവരുടെ അടുത്ത് എപ്പോഴും ലൈഫ് ലോങ് ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ പറയാം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ സമയത്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പൈറോജനും കാലിഫോസും കൊടുക്കാം. ഇൻഫെക്ഷൻ ഇല്ലെങ്കിൽ മെർക്സൈനേറ്റസും കാലിമ്യൂർ തന്നെ ഡയറക്ട്ലി കൊടുക്കാം. പക്ഷെ അത് കുറച്ചു കാലം കഴിക്കേണ്ടി വരും, ഒരു 2 or 3 months കഴിക്കുക. അപ്പൊ അത് കഴിക്കുമ്പോൾ അത് ശരിയായിക്കോളും. ഇനി നെക്സ്റ്റ് പ്രിസ്ക്രിപ്ഷൻ, ക്രോണിക് മിഡിലിയർ ഇൻഫെക്ഷൻസ് ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് മിഡിലിയർ ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കാം. അപ്പോ പൈറോജൻ 30 കൊടുക്കുക, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് CP6X. വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർലി കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ 4 times ഡെയിലി. അതാണ് ഉദ്ദേശിക്കുന്നത്. പൈറോജൻ 30 കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് CP6X. പൈറോജന്റെ പോയിന്റ്, ഓൾ ഡിസീസസ് ഇൻക്ലൂഡിംഗ് ഇയർ ഡിസ്ചാർജസ് ആർ ഹൊറിബിളി ഒഫൻസീവ് മിഡിലിയർ സെപ്റ്റിക് സ്റ്റേറ്റ് വിത്ത് ഇന്റൻസ് റെസ്റ്റ്ലെസ്നെസ് ബിക്കോസ് ഓഫ് ലേറ്റന്റ് പയോജനിക് കണ്ടീഷൻസ് ആൻഡ് ടെമ്പറേച്ചർ റൈസസ് റാപ്പിഡ്ലി. ചിലപ്പോൾ ഇതിന്റെ കൂടെ കുട്ടികൾക്ക് പനിയും വരാം. മിഡിലറി ഇൻഫെക്ഷൻ ആണെന്ന് പറയും, അതിന്റെ കൂടെ പനിയും വരാം കുട്ടികൾക്ക്. ഹൊറിബിളി ഒഫൻസീവ് ഡിസ്ചാർജ് ആയിരിക്കും. അപ്പൊ അതാണ് പൈറോജന്റെ പോയിന്റ്. CP6X പറയുമ്പോൾ ക്രോണിക് മിഡിലിയർ ഒട്ടോറിയ ഇൻ ചിൽഡ്രൻ associated with a painful dentition, also perforation of the tympanum with deafness and otorrhea. ക്രോണിക് മിഡിലിയർ ഒട്ടോറിയ ഇൻ ചിൽഡ്രൻ അതാണ് CP6Xൽ എടുത്തു പറയുന്ന പോയിന്റ്. അതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ ഡിസ്ചാർജ് ഒന്നും ഇല്ല, ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും ആ സമയത്ത് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പൈറോജൻ സ്റ്റോപ്പ് ചെയ്തിട്ട് CP6X മാത്രം ഒരു 3 times ഡെയിലിയോ ഇല്ലെങ്കിൽ 2 times ഡെയിലിയോ ആയിട്ട് കുറച്ച് ലോങ് ടേമിന് കൊടുക്കാം. എന്തെങ്കിലും ഇൻഫെക്ഷനോ ഡിസ്ചാർജോ പസ്സോ വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അപ്പൊ പൈറോജനും കൂടെ കൊടുത്താൽ മതി. നമുക്ക് ഇല്ലെങ്കിൽ പേഷ്യന്റെ കയ്യിൽ കൊടുത്തു വെക്കാം പൈറോജൻ. കുട്ടി എപ്പോഴെങ്കിലും വേദന എന്ന് പറഞ്ഞിട്ട് പറയണോ അല്ലെങ്കിൽ ചെവി കൂടെ വെള്ളം വരുന്നു എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ പൈറോജൻ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഹാൻഡി ആയിട്ട് വെക്കാം. എന്നിട്ട് CP6X മാത്രം കുറച്ചു കാലത്തേക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയാം. ക്രോണിക് മിഡിലിയർ ഇൻഫെക്ഷൻ ഇൻ ചിൽഡ്രൻ, പൈറോജൻ 30, CP6X. നെക്സ്റ്റ്, ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് ഒഫൻസീവ് ഫെറ്റിഡ് ആൻഡ് ഫിഷി സ്മെല്ലിംഗ് ഡിസ്ചാർജസ്. അതിന് കൊടുക്കേണ്ടതാണ് ടെലൂറിയം മെറ്റ് 30 പ്ലസ് ആഫ്റ്റർ 10 minutes കാലിഫോ 6X 3 tabs. എന്തെങ്കിലും ഒരുപാട് സിവിയർ പെയിൻ ഉണ്ടെങ്കിൽ അവർലി കൊടുക്കുക, അല്ലെങ്കിൽ 4 times ഡെയിലി കൊടുക്കുക. ഫിഷി സ്മെല്ലിംഗ് ഡിസ്ചാർജ് ഉണ്ടെങ്കിലാണ് ടെലൂറിയം കൊടുക്കേണ്ടത്. ടെലൂറിയത്തിന്റെ പോയിന്റും അതാണ്, ഒട്ടൈറ്റിസ് മീഡിയ വിത്ത് ഏക്രിഡ് ഡിസ്ചാർജ് വിച്ച് സ്മെൽസ് ലൈക്ക് ഫിഷ് പിക്കിൾ.
ഡെഫ്നെസ്, ഇതാണ് ടെലൂറിയത്തിന്റെ പോയിന്റ്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പൊട്ടൻസിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇനി വേറെ ആർക്കെങ്കിലും വേറെ പൊട്ടൻസി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡോക്ടേഴ്സിന് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്യാം. അതിലൊരു ഇതുമില്ല. ഓരോരുത്തർക്കും ഓരോ പൊട്ടൻസി ആയിരിക്കും യൂസ് ചെയ്ത ശീലം റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഏതാണോ പൊട്ടൻസി അത് അവർക്ക് ചൂസ് ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന പൊട്ടൻസീസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ടെലൂറിയം at 30 കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിഫോ 6x 3 ടാബ്ലറ്റ്. അതാണ് ഒട്ടൈറ്റിസ് മീഡിയ വിത്ത് ഒഫെൻസീവ് ആൻഡ് ഫെറ്റിഡ് ആൻഡ് ഫിഷ് സ്മെല്ലിംഗ് ഡിസ്ചാർജസ്. നെക്സ്റ്റ്, otitis media with corrosive thick yellow pus or greenish fluid or watery matter, stinging otorrhea. അങ്ങനെ ഒരു കൊറോസീവ് ആയിട്ടുള്ള യെല്ലോ പസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുക ആർസൈഡം 30 പ്ലസ് ആഫ്റ്റർ 10 മിനിറ്റ്സ് കാലി സൾഫ് 6x. വേദന ഉണ്ടെങ്കിൽ അവർലി കൊടുക്കുക, അല്ലെങ്കിൽ 4 ടൈംസ് ഡെയിലി. ഇപ്പൊ പേഷ്യന്റ് പറയും ആ ഡിസ്ചാർജ് വരുന്നുണ്ട്, ആ വരുന്നതായിട്ട് പേഷ്യന്റിന് അറിയാം, പക്ഷെ ആ വരുന്ന പോർഷൻ ഫുള്ളും ഭയങ്കര എരിച്ചിലാണ് എന്ന് പറയും. അതാണ് കൊറോസീവ് തിക്ക് യെല്ലോ പസ് എന്ന് പറയണത്. പസ് ഉണ്ട്, പക്ഷെ ആ വരുന്ന പേഷ്യന്റിന് അറിയാനും പറ്റും അവിടെ ഫുൾ ബേണിങ്ങും ഒരു നീറ്റിലൊക്കെ ആയിരിക്കും. അപ്പൊ അതാണ് കൊറോസീവ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പൊ ഗ്രീനിഷ് ഫ്ലൂയിഡ് ഓർ വാട്ടറി മാറ്റർ എന്ത് വേണമെങ്കിലും ആവാം. സ്റ്റിങ്ങിങ് ഒട്ടോറിയ ആർസൈഡും കാലി സൾഫ് 6x ആണ് കൊടുക്കാറ്. ആർസൈഡത്തിന്റെ പോയിന്റ് ആണ് ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് ഫെറ്റിഡ് കൊറോസീവ് ഒട്ടോറിയ, തിക്കനിങ് ഓഫ് ദ ടിംബാനം. നമ്മളിപ്പോ നേസൽ ഡിസ്ചാർജിലാണെങ്കിലും നമ്മൾ ആർസൈഡം പറയുമ്പോൾ പറയും കൊറോസീവ് നേസൽ ഡിസ്ചാർജ് ആണ്. പേഷ്യന്റ് ഇങ്ങനെ നേസൽ ഡിസ്ചാർജ് ഇപ്പൊ ഇതിലൂടെ വരികയാണെങ്കിൽ ഈ ഭാഗം എല്ലാം കൊറോഡ് ചെയ്ത് പോകും. നമ്മളത് ആർസൈഡത്തിൽ നമ്മൾ നേസൽ ഡിസ്ചാർജിലും പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ. അതേപോലെയാണ് ഓട്ടൈറ്റിസ് മീഡിയന്റെ കേസിലും. ചെവിന്ന് ഡിസ്ചാർജ് വരുമ്പോഴും ആ പാർട്സ് ഒക്കെ കൊറോഡ് ചെയ്ത് പോകും. പേഷ്യന്റ് ആ ബേണിങ്, ഒരു നീറ്റൽ എരിച്ചില് ഫീൽ ചെയ്യാനും പറ്റും. അതാണ് ആർസൈഡത്തിന്റെ പോയിന്റ്. otitis media with fetid corrosive otorrhea, thickening of the tympanum. Kali sulfന്റെ point, suppurative inflammation of the middle ear with a thick pus-like discharge or thick yellow pus or greenish fluid or watery matter. Stinging otorrhea, sometimes polypoid excrescence closes meatus. ഇതാണ് കാലി സൾഫിന്റെ പോയിന്റ്. അപ്പൊ ആർസൈഡും കാലി സൾഫും പറയുമ്പോൾ കൊറോസീവ് ഡിസ്ചാർജിനാണ് നമ്മൾ രണ്ടും മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. കാലി സൾഫിന്റെ പറയുമ്പോൾ തിക് പസ് ലൈക്ക് ഡിസ്ചാർജ്, യെല്ലോ പസ് അല്ലെങ്കിൽ ഗ്രീനിഷ് ഫ്ലൂയിഡ് ഓർ വാട്ടറി മാറ്റർ എന്നാണ് പറയുന്നത്. ആർസൈഡത്തിന്റെ കൊറോസീവ് ഒട്ടോറിയ. നെക്സ്റ്റ്, ഒട്ടൈറ്റിസ് മീഡിയ വിത്ത് ഡിസ്ചാർജ് ഓഫ് ബ്ലഡി പസ്. ചിലവർക്ക് ബ്ലഡ് മിക്സ് ആയിട്ടായിരിക്കും പസ് വരിക. അവർക്ക് കൊടുക്കുന്നതാണ് മെറിസ്റ്റിക്ക സെബിഫെറ മദർ ടിഞ്ചർ, ഒരു 10 to 20 ഡ്രോപ്സ്. അഡൽട്സിനാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ചിൽഡ്രൻ ആണെങ്കിൽ 3 to 5 ഡ്രോപ്സ് കൊടുക്കുക. പ്ലസ് ആഫ്റ്റർ 10 മിനിറ്റ്സ് കെൽക്കേരിയ സൾഫ് 6x. അഡൽട്സിനാണെങ്കിലും 3 ടാബ്ലറ്റ്സ് കൊടുക്കുക, ചിൽഡ്രൻ ആണെങ്കിൽ ഒരൊറ്റ ടാബ്ലറ്റ് മതി. അങ്ങനെ രണ്ടും 4 ടൈംസ് ഡെയിലി കൊടുക്കുക. വേദന ഒരുപാട് പറയുകയാണെങ്കിൽ കാൽക്കേരിയ സൾഫ് 6x മാത്രം അവർലി കൊടുക്കാം. മിറിസ്റ്റിക്ക 4 ടൈംസ് തന്നെ കൊടുത്താൽ മതി. ഒരുപാട് വേദന കൂടുതൽ ഉണ്ടെങ്കിൽ കാൽക്കേരിയ സൾഫ് മാത്രം അവർലി കൊടുക്കുക, ഉറങ്ങുമ്പോൾ വേണ്ട. അതാണ് ഈ മെറിസ്റ്റിക്ക എന്ന് പറയുന്നതും എല്ലാവർക്കും അറിയാം. ഏത് സെപ്റ്റിക് സ്റ്റേറ്റ്സിന് നമുക്ക് കൊടുക്കാം. ഈവൻ വിറ്റിലോ ആയിക്കോട്ടെ അല്ലെങ്കിൽ സെല്ലൈറ്റിസിന് പോലും മെറിസ്റ്റിക്ക വളരെ നല്ല ആക്ഷൻ ഉള്ള മെഡിസിൻ ആണ്. പോയിന്റ് ഇതാണ് മെറിസ്റ്റിക്കിന്റെ. മിഡിൽ ഇയർ ഇൻഫെക്ഷൻ, inflammation of the middle ear with extreme pains, suppurative stage, acts more powerfully than heparin silesia, hastens the separation and shortens its duration. ഇതേപോലെ തന്നെ എല്ലാ സെപ്പറേറ്റീവ് സ്റ്റേജിനും പസ് ഫോർമേഷൻ ഉള്ള, പസ് ഡിസ്ചാർജ് ഉള്ളതിനൊക്കെ നമുക്ക് മെറിസ്റ്റിക്ക കൊടുക്കാൻ പറ്റുന്നതാണ്. ടിഞ്ചർ ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതും ടിഞ്ചർ ആണ്. 10 to 20 ഡ്രോപ്സ് കൊടുക്കും. കെൽക്കേരിയ സൾഫിന്റെ പോയിന്റ് ആണ് deafness with the middle ear suppurations, discharge of pus-like matter from the ear, sometimes mixed with the blood, sensitive swelling of glands behind the ears. ഇതാണ് കെൽക്കേരിയ സൾഫ് 6x പോയിന്റ് എന്ന് പറയുന്നത്. ഇത് ബ്ലഡി പസ് ഉണ്ടെങ്കിലാണ്, ക്രോണിക് മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ആണ്, വിത്ത് ബ്ലഡി പസ് ആണെങ്കിലാണ് നമ്മൾ മെറിസ്റ്റിക്കയും കെൽക്കേരിയ സൾഫും കൊടുക്കുക. രണ്ടും 4 ടൈംസ് ഡെയിലി കൊടുക്കുക. പെയിൻ ഉണ്ടെങ്കിൽ കെൽക്കേരിയ സൾഫ് മാത്രം അവർലി കൊടുക്കും. മെറിസ്റ്റിക്ക മദർ ടിഞ്ചർ ആയിട്ടാണ് കൊടുക്കുക. ഒരു 1 ounce വാം വാട്ടറിൽ കഴിക്കാൻ വേണ്ടി, ലൂക്ക് വാം വാട്ടറിൽ കഴിക്കാൻ പറയും.
അത് 10 അഡൽട്സിനാണെങ്കിൽ 10 to 20 ഡ്രോപ്സ് ആയിരിക്കും കൊടുക്കാം. ചിൽഡ്രൻ ആണെങ്കിൽ 3 to 5 ഡ്രോപ്സ് ആണ് കൊടുക്കുക. ഇതാണ് അതിന്റെ പോയിന്റ്സ്. നെക്സ്റ്റ്, otitis media with closed eustachian tubes, retracted tympanic membrane with deafness. Otitis media with the closed eustachian tubes, retracted tympanic membrane with deafness. ഇതും നമ്മളുടെ അടുത്ത് പേഷ്യൻസ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ ഓൾറെഡി അലോപ്പതിയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് ആ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ടായിരിക്കും ഇതൊക്കെ കൊടുത്തയക്കുക എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും ആയിട്ട്. അപ്പോൾ ക്ലോസ്ഡ് യൂസ്റ്റേഷൻ ട്യൂബ് ക്ലോസ്ഡ് ആണ്, റിട്രാക്റ്റഡ് ടിംബാനിക് മെംബ്രെയിൻ വിത്ത് ഡെഫ്നെസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ കൊടുക്കാനുള്ള പ്രിസ്ക്രിപ്ഷൻ ആണ് തൂജ 1 വീക്ക്ലി 1 ഡോസ് കൊടുക്കും. പ്ലസ് ഓൺ അതർ ഡേയ്സ് മെർക്ക് ഡെൽസിസ് 30 പ്ലസ് ആഫ്റ്റർ 10 minutes 3 ടാബ്സ് ഓഫ് കാലിമ്യൂർ 6x. പെയിൻ ഉണ്ടെങ്കിൽ അവർലി കൊടുക്കാം, അല്ലെങ്കിൽ 4 times ഡെയിലി കൊടുക്കാം. ഇങ്ങനെയാണ് കൊടുക്കുക. തൂജ 1 വീക്ക്ലി 1 ഡോസ് കൊടുക്കും. പിന്നെ കൊടുക്കുന്ന അല്ലാത്ത ദിവസങ്ങളിൽ മെർക്ക് ഡൽസിസ് 30 കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിമ്യൂർ 6x. പെയിൻ ഉണ്ടെങ്കിൽ അവർലി കൊടുക്കുക, അല്ലെങ്കിൽ 4 times ഡെയിലി. അതിന്റെ പോയിന്റ് ആണ് തൂജന്റെ പോയിന്റ്, ബെസ്റ്റ് റെമഡി ടു ഓപ്പൺ ക്ലോസ്ഡ് ഡക്ട്സ് ഓർ ട്യൂബ്സ്. അത് ബോഡിയിൽ ഏത് പാർട്ടിലായിക്കോട്ടെ, ഏത് ഓർഗൻ എവിടെയാണെങ്കിലും എന്തെങ്കിലും ക്ലോസ്ഡ് ആയിട്ടുള്ള ഡക്ട്സോ ട്യൂബ്സോ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് തൂജയ്ക്ക് പറ്റും. അതിനാണ് തൂജ 1 കൊടുക്കുന്നത്. നെക്സ്റ്റ് മെർക്ക് ഡൽസിസ് ആണ്. ഇറ്റ് ഈസ് ബെസ്റ്റ് ഇൻ ഓവർകമ്മിങ് ദ ക്ലോഷർ ഓഫ് eustachian ട്യൂബ്, and probably it is in this way that it relieves the deafness of advancing years. Medullary infection, tympanum retracted, thickened and immovable. Ear problems in scrophilous children. എന്താണ് മെർക്ക് ഡൽസിസിന്റെ പോയിന്റ്? ഇറ്റ് ഈസ് ബെസ്റ്റ് ഇൻ ഓവർകമ്മിങ് ദ ക്ലോഷർ ഓഫ് eustachian ട്യൂബ്. പിന്നെ ടിംബാനം റിട്രാക്റ്റഡ്, തിക്കൻഡ് ആൻഡ് ഇമ്മൂവബിൾ എന്നൊക്കെ ഉണ്ട്. പിന്നെ കാലിമ്യൂർ നേരത്തെ തൊട്ട് പറയേണ്ട, വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് റെമഡീസ് വിത്ത് ക്രോണിക് കെറ്റാറൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ മിഡിൽ ഇയർ with stuffy sensation, deafness, nasopharyngeal obstruction, closed eustachian tubes, retracted tympanic membrane, etc. Otitis media with the deafness, good remedy for absorption also. അതാണ് കാലിമ്യൂറിന്റെ പോയിന്റും മെർക്ക് ഡൽസിസിന്റെ പോയിന്റും. അത് eustachian ട്യൂബ് ക്ലോസ്ഡ് ആയിരിക്കും. മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാവും, വിത്ത് ക്ലോസ്ഡ് eustachian ട്യൂബ്സ് ആണ്. അതേപോലെ തന്നെ ടിംബാനം റിട്രാക്റ്റഡ് ആണ് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ നമുക്ക് മെർക്ക് ഡൽസിസും കാലിമ്യൂറും 4 times ഡെയിലി കൊടുക്കാം. പെയിൻ ഉണ്ടെങ്കിൽ അവർലി. തൂജ 1 വീക്ക്ലി 1 ഡോസ്. ഇത് കുറച്ചു കാലം പേഷ്യന്റ് അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറയാം. ഇപ്പൊ ഒരു വേദന പറഞ്ഞിട്ട് വരും ചിലപ്പോൾ പേഷ്യന്റ് നമ്മളുടെ അടുത്ത്. അപ്പൊ നമ്മൾ മെർക്ക് ഡൽസിസോ കാലിമ്യൂറോ ഒക്കെ അവർലി കഴിക്കാൻ വേണ്ടി പറയും. കൊടുത്തു, വേദന മാറി, അടുത്ത ദിവസം മെഡിസിൻ നിർത്തുകയല്ല, പിന്നെ എന്റെ ഫ്രീക്വൻസി കുറച്ചിട്ട് 4 timesോ 3 timesോ ആക്കിയിട്ട് കുറച്ചു കാലത്തേക്ക് ഒരു 3 to 4 monthsോ 5 months ഒക്കെ പേഷ്യന്റ് അടുത്ത് കഴിക്കാൻ പറയാം. അപ്പൊ പേഷ്യന്റ് അടുത്ത് പറയാം, അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വേദന തോന്നുകയാണെങ്കിൽ അവർലി കഴിക്കൂ, അല്ലെങ്കിൽ 3 or 4 times കഴിക്കാൻ വേണ്ടി പറയാം. അതങ്ങനെ കഴിച്ചു വരുമ്പോൾ അത് ശരിയായിക്കോളും. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഡിസ്ചാർജ് ഒക്കെ നിന്ന് കഴിയുമ്പോൾ ഇയർ എക്സസൈസ് നിർബന്ധമായിട്ട് അത് എടുക്കണം. ഡെയിലി 2 or 3 times എടുക്കുക. പിന്നെ അതേപോലെ വെള്ളം കയറാതെയും കാറ്റ് തട്ടാതെയും ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കുകയും കൂടെ വേണം. കാരണം അത് ഒരിക്കൽ വന്നു കഴിയുമ്പോൾ പിന്നെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മളത് പ്രിവെന്റ് ചെയ്തേ പറ്റൂ. നെക്സ്റ്റ്, റിപ്പീറ്റഡ് അറ്റാക്സ് ഓഫ് otitis media. Flavus 30 plus after 10 minutes 3 tabs of Calimure 6x, both 4 times daily. ഫ്ലേവേഴ്സിന്റെ പോയിന്റ് ഇതാണ്, റെക്കറന്റ് ഓർ റിപ്പീറ്റഡ് അറ്റാക്സ് ഓഫ് otitis media. റെക്കറന്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് അറ്റാക്സ് ഓഫ് otitis media വരുമ്പോഴാണ് ഫ്ലേവേഴ്സ് കൊടുക്കുക. അതാണ് റിപ്പീറ്റഡ് അറ്റാക്സ് ഓഫ് otitis media, ഫ്ലേവേഴ്സും കാലിമ്യൂറും. Next, when there is free discharges from ear or any other parts, arthritis or rheumatism become better. അതാണ് ഇപ്പൊ ഇന്നത് ഇയർ ക്രോണിക് മിഡിൽ ഇയർ ഇൻഫെക്ഷൻ മാത്രമല്ല, വേറെ എന്തും ആയിക്കോട്ടെ, എവിടെന്നെങ്കിലും ഒരു ഫ്രീ ഡിസ്ചാർജ് വന്നു കഴിയുമ്പോൾ അവരുടെ ആർത്രൈറ്റിസോ റുമാറ്റിസോ ബെറ്റർ ആവുന്ന പേഷ്യന്റ് വന്ന് പറയും. ചിലപ്പോൾ ആർത്രൈറ്റിക് ടെൻഡൻസിയോ റുമാറ്റിക് ടെൻഡൻസിയോ ഉള്ള പേഷ്യൻസ് ആയിരിക്കാം, അവർക്ക് പെയിൻ വരും. പക്ഷെ ആ പെയിൻ കുറയുന്നത് എവിടെന്നെങ്കിലും, ചിലപ്പോൾ അവർ പറയും എനിക്ക് മെൻസസ് ആവുമ്പോൾ വേദന, ആർത്രൈറ്റിക് പെയിൻ ഇല്ല, റൊമാറ്റിക് പെയിൻ ഇല്ല എന്ന് പറയും. അതാണ് ഫ്രീ ഡിസ്ചാർജസ്, ഇയറിനായിക്കോട്ടെ എവിടെ നിന്നായിക്കോട്ടെ ഫ്രീ ഡിസ്ചാർജസ് വന്നു കഴിയുമ്പോൾ റൊമാറ്റിക് പെയിൻസ് കുറയും എന്ന് പറയാം. അതിന്റെ മെഡിസിൻ ആണ് അബ്രോട്ടാനം 30 കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിമ്യൂർ 6x ഒരു 3 ടാബ്ലറ്റ്. അങ്ങനെ രണ്ടും 4 times ഡെയിലി കൊടുക്കുക.
അബ്രോട്ടാനത്തിന്റെ പോയിന്റ് ആണ് ഇൽ ഇഫക്ട്സ് ഓഫ് സപ്രസ്ഡ് കണ്ടീഷൻസ് എസ്പെഷ്യലി ഇൻ ആർത്രൈറ്റിക് ഓർ റുമാറ്റിക് ഓർ ഗൗട്ടി സബ്ജക്ട്സ്. അബ്രോട്ടാനത്തിന്റെ പോയിന്റ് ഫ്രീ ഡിസ്ചാർജസ് വരുമ്പോൾ ആർത്രൈറ്റിസോ റുമാറ്റിസോ ബെറ്റർ ആവാം. ഇനി ഇത് കുറച്ചൊരു ഷുവർ ഷോർട്ട് പ്രിസ്ക്രിപ്ഷൻസ് ആണ്. നമ്മൾ ഓരോ ഇയർ ഡിസ്ചാർജസിന്റെ നേച്ചറും കളറും അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കാവുന്നത് കുറച്ച് പോയിന്റ്സ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ബ്രൈറ്റ് യെല്ലോ ഇയർ ഡിസ്ചാർജ് ആണെങ്കിൽ ഹൈഡ്രാസ്റ്റസ് 30 കൊടുക്കുക, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലി സൾഫ് 6x കൊടുക്കാം. അത് അവർലി വേദന ഉണ്ടെങ്കിൽ അവർലി കൊടുക്കാം, അല്ലെങ്കിൽ 3 or 4 times ഡെയിലി. ഇതെല്ലാം അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. വേദന ഉണ്ടെങ്കിൽ അവർലി കൊടുക്കാം, അല്ലെങ്കിൽ 3 to 4 times ഡെയിലി കൊടുക്കാം. ബ്രൈറ്റ് യെല്ലോ ഡിസ്ചാർജ് ആണെങ്കിൽ ഹൈഡ്രാസ്റ്റസ് 30യും കാലി സൾഫ് 6x ആണ് കൊടുക്കേണ്ടത്. ഇനി അതേ ബ്രൈറ്റ് യെല്ലോ ആണ് പക്ഷെ ഭയങ്കര ഡേർട്ടി ഫെറ്റിഡ് ആണ്, ഭയങ്കര ഒഫൻസീവ് ആണെന്നുണ്ടെങ്കിൽ പൈറജൻ 30യും കാലി 4/6x ആണ് കൊടുക്കുക. വെറുതെ ബ്രൈറ്റ് യെല്ലോ ആണെങ്കിൽ ഹൈഡ്രാസ്റ്റസ് 30യും കാലി സൾഫ് 6x ആണ്. ഇനി ബ്രൈറ്റ് യെല്ലോ പക്ഷെ ഡേർട്ടി ആൻഡ് ഫെറ്റിഡ് ആണെങ്കിൽ പൈറജൻ 30യും കാലി 4/6x ആണ് കൊടുക്കുക. നെക്സ്റ്റ് മ്യൂക്കോ പുർലന്റ് ആണ് ഇയർ ഡിസ്ചാർജ് എങ്കിൽ പൈറജൻ 30യും ഫെറം 4/6x ആണ് കൊടുക്കുക. പൈറജൻ 30 കൊടുക്കുക, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 3 ടാപ്സ് ഓഫ് ഫെറം 4/6x. വേദന ഉണ്ടെങ്കിൽ അവർലി കൊടുക്കുക, അല്ലെങ്കിൽ 3 to 4 times ഡെയിലി. ഇനി പ്യൂറിലൻ പസ് ലൈക്ക് മാറ്റർ ആണെങ്കിൽ KP6x, CP6x, നാട്രമ്യൂർ 6x, പൈറജൻ 30. ഇപ്പൊ ആദ്യം പൈറജൻ 30 കൊടുക്കുക, പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് KP6xോ കാലിഫോസോ കൽക്കേരിയ ഫോസോ നാട്രമ്യൂറോ ഏത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ തിക്ക് ആണ് പസ് ലൈക്ക് ആണെങ്കിൽ പൈറജൻ 30യും കൽക്കേരിയ സൾഫ് 6x ആണ് കൊടുക്കുക. തിക്ക് ആൻഡ് പസ് ലൈക്ക് പൈറജൻ 30 ആൻഡ് കൽക്കേരിയ സൾഫ് 6x ആണ് കൊടുക്കുക. ഇനി വാട്ടറി ഡിസ്ചാർജ് ആണെന്നുണ്ടെങ്കിൽ, ഡിസ്ചാർജ് വാട്ടറി ആണെങ്കിൽ കാലി സൾഫ് 6x ആണ് കൊടുക്കുക. ഇനി ഗഷിംഗ് ആയിട്ട്, അതായത് ഫ്ലഡിങ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്, ഫ്രീ ഡിസ്ചാർജ് ആണെങ്കിൽ അഗ്രാഫസ് ന്യൂട്ടൻസ് ആണ്, ടിഞ്ചർ 30 എന്ത് വേണമെങ്കിലും കൊടുക്കാം. അഗ്രാഫസ് ന്യൂട്ടൻസ് ഫ്രീ ഡിസ്ചാർജ് ഗഷി. ഇനി ക്രോണിക് കെറ്റാറൽ കണ്ടീഷൻ, ക്രോണിക് ആയിട്ടുള്ള കെറ്റാറൽ കണ്ടീഷൻ ആണെങ്കിൽ കാലിമ്യൂർ 6x. നമ്മൾ നേരത്തെ ഒരുപാട് കേസസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പോയിന്റ്സ്, അത് കൊടുക്കാം. ഇനി മിഡിൽ ഇയർ സെപ്പറേഷൻ, മിഡിൽ ഇയർ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ കാലി 4/6x, കിൽക്കേരിയ സൾഫ് 6x, സൈലീഷ്യ 6x ആൻഡ് മെറിസ്റ്റിക്ക സെബിഫെറ മദർ ടിഞ്ചർ ഓർ 30. മിഡിൽ ഇയർ സെപ്പറേഷൻ കാലി ഫോസ്, കൽക്കേരിയ സൾഫ്, സൈലീഷ്യ, മെറിസ്റ്റിക്ക സെബിഫെറ. ഇനി ഡിസ്ചാർജ് ഗീവ്സ് നോ റിലീഫ് ടു പെയിൻസ്, ഡിസ്ചാർജ് ഉണ്ട്, വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷെ പെയിൻ ഒരു കുറവും ഇല്ല അത് കാരണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഫെറം 4/6x ആണ് മെഡിസിൻ. 6xോ 30ഓ പൊട്ടൻസി ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഫെറം 4 ആണ് മെഡിസിൻ. ഡിസ്ചാർജ് ഗീവ്സ് നോ റിലീഫ് ടു പെയിൻസ്, ഫെറം 4 ആണ്. ഇനി കുറച്ചൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്, നമുക്ക് സ്ഥിരം പേഷ്യൻസിന്റെ അടുത്ത് കിട്ടാവുന്ന പോയിന്റ്സ് ആണ്. ബാക്ടീരിയൽ ഓർ ഫംഗൽ ഇൻഫെക്ഷൻസ് ഓഫ് ഇയർ, പെൻസിലിനം 6E or 30. അതും നല്ലതാണ്. ബാക്ടീരിയലോ ഫംഗലോ എന്ത് ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, ചിലപ്പോൾ പേഷ്യൻസ് വന്ന് പറയും ഞങ്ങൾ അലോപ്പതിയിൽ പോയി കാണിച്ചു, ഇതിന് മുന്നും വന്നിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ വരിക. നമുക്ക് ബാക്ടീരിയോ ഫംഗസോ എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് പെൻസിലിനം 6E അല്ലെങ്കിൽ 30. വേദന ഒരുപാട് ഉണ്ട്, ഒരുപാട് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അവർലി ഓർ 2 അവർലി കൊടുക്കാം. കുറഞ്ഞു കഴിയുമ്പോൾ ഒരു 3 to 4 times കൊടുക്കാം, കംപ്ലീറ്റ് ആയിട്ട് മാറുന്നവരേക്കും. വേണമെങ്കിൽ പെൻസിലിൻസിന്റെ കൂടെ കാലിഫോസോ കാലിമ്യൂറോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ acute otitis media and chronic otitis media, acute and chronic mastocytitis, streptococcinum 12C30. ഇതിന്റെ മുന്നിലത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു സെപ്റ്റിക് സ്റ്റേറ്റ് ഉണ്ട് എന്ന് പറയാൻ നമ്മൾ 3 മെഡിസിൻസ് ആണ് പെട്ടെന്ന് ഓർമ്മ വരിക. നമ്മൾ ചിന്തിക്കേണ്ട മെഡിസിൻസ് ഒന്ന് പൈറജൻ, ഒന്ന് പെൻസിലിനം, ഒന്ന് സ്ട്രെപ്റ്റോകോക്സിൻ. അതെവിടെ ആയിക്കോട്ടെ, സെപ്റ്റിക് സ്റ്റേറ്റ്സോ സെപ്റ്റിസീമിയ സെപ്റ്റിക് കണ്ടീഷൻസ് എന്താണെങ്കിലും പൈറജനും പെൻസിലിനും സ്ട്രെപ്റ്റോകോക്സിനും ഇത് 3 അതിന്റെ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിസിൻ. നമുക്ക് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ പൈറജൻ കൊടുക്കും, ഓക്കെ അതിലും റിസൾട്ട് പോരാന്നുണ്ടെങ്കിൽ പെൻസിലിനും ആയിരിക്കും കൊടുക്കുക. ഇപ്പൊ ത്രോട്ടിൽ ചിലവരൊക്കെ ഇപ്പൊ ഒരുപാട് പേര് വരും, ടോൺസിൽസിൽ പസ്സായിട്ട് വരും, നമുക്ക് ത്രോട്ട് നോക്കുമ്പോഴേ അറിയാൻ പറ്റും, അവിടെ പസ് ഫിൽഡ് പോക്കറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ളവർക്ക് ഇഷ്ടം പോലെ കേസസിൽ നമ്മൾ സ്ട്രെപ്റ്റോകോക്സിനും പെൻസിലിനും കൊടുത്തിട്ടുണ്ട്. അതിന് ത്രോട്ട് പറയുമ്പോൾ നമ്മൾ പറയും. അതെന്താ വെച്ചാൽ മെയിൻ ആയിട്ട് സ്ട്രെപ്റ്റോകോക്സിൻ കൊടുക്കുന്നത് പെൻസിലിനും ഇതാണ്, സെപ്റ്റിക് സ്റ്റേറ്റ്സിന് വളരെ നല്ല ആക്ഷൻ ആണ്. അപ്പൊ അതാണ് പെൻസിലിനും സ്ട്രെപ്റ്റോകോക്സിനും. ഇനി അടുത്തത് മിഡിൽ ഇയർ ഇൻഫെക്ഷൻ,
Throbbing and beating pain in ears causes delirium. Child cries out in sleep. അതിഭയങ്കരമായ വേദനയായിരിക്കും ബെലഡോണ പേഷ്യന്റിന്. മെഡിലിയർ ഇൻഫെക്ഷൻ ഉണ്ടാവും. അതാണ് ത്രോബിങ് ആൻഡ് ബീറ്റിംഗ് പെയിൻ ഇൻ ഇയേഴ്സ്. വേദന കാരണം പേഷ്യന്റിന് ഡെലീരിയം തന്നെ വരും. ഉറക്കത്തുനിന്ന് കരയും കുട്ടി. ചൈൽഡ് ക്രൈസ് ഔട്ട് ഇൻ സ്ലീപ്പ്. അതാണ് ബെലഡോണിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മിഡിലിയർ ഇൻഫെക്ഷൻ വിത്ത് ഒബ്സ്റ്റിനേറ്റ് ഫെറ്റീഡ് ഒട്ടോറിയ, എക്സ്റ്റേണൽ മിയാറ്റസ് ബാത്ത്ഡ് ഇൻ പസ്. അത് ഓറമെറ്റ് ആണ് മെഡിസിൻ. മിഡിലിയർ ഇൻഫെക്ഷൻസ് വിത്ത് ഒബ്സ്റ്റിനേറ്റ് ഫെറ്റീഡ് ഒട്ടോറിയ, എക്സ്റ്റേണൽ മിയാറ്റസ് ബാത്ത്ഡ് ഇൻ പസ് എന്ന് പറയുന്നത് ഓറമെറ്റ് 30 ആണ് മെഡിസിൻ. നെക്സ്റ്റ്, പെർഫറേഷൻ ഇൻ മെംബ്രേന ടിംബാനെ വിത്ത് റാഗ്ഡ് എഡ്ജസ്, ഹോൾ ഇൻ ടിംബാനം, ചെവിയിൽ ഓട്ടയാണ് എന്ന് പറയും. പെർസിസ്റ്റന്റ് ഒഫൻസീവ് ഒട്ടോറിയ, ട്യൂബർക്കുലം ബോവിനം. നമ്മൾ നേരത്തെ പറഞ്ഞു മെർക് സൈനൈറ്റസിനും അതേപോലെ ഉണ്ട്. അതേപോലത്തെ മെഡിസിൻ ആണ് ട്യൂബർക്കുലം ബോവിനം. അത് 30, 200, 1 ഏത് പൊട്ടൻസി എങ്ങനെ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്റെ പോയിന്റ് ഇതാണ്, പെർഫറേഷൻ ഇൻ മെംബ്രേന ടിംബാനെ വിത്ത് റാഗ്ഡ് എഡ്ജസ്, ഹോൾ ഇൻ ടിംബാനം, ചെവിയിൽ ഓട്ടയാണ് എന്ന് പറയും. പെർസിസ്റ്റന്റ് ഒഫൻസീവ് ഒട്ടോറിയ, അത് ട്യൂബർക്കുലം ബോവിനോ ആണ് അതിന്റെ മെഡിസിൻ. നെക്സ്റ്റ്, അക്യൂട്ട് ഒട്ടൈറ്റിസ് മീഡിയ ഓർ അക്യൂട്ട് മിഡിലിയർ ഇൻഫെക്ഷൻ ഒട്ടോറിയ, അത് ട്യൂബർക്കുലം അവെയർ ആണ്. അക്യൂട്ട് ആയിട്ട് പെട്ടെന്ന് ചെവിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ട്യൂബർക്കുലം അവെയർ കൊടുക്കാം. അത് വിത്ത് ഫീവർ ആവാം, വിത്തൗട്ട് ഫീവർ ആവാം. അത് ട്യൂബർക്കുലം അവെയർ ആണ് മെഡിസിൻ അക്യൂട്ട് ആയിട്ട് വരുന്ന കണ്ടീഷൻസിന്. അക്യൂട്ട് ഒട്ടൈറ്റിസ് മീഡിയ ഓർ അക്യൂട്ട് മിഡിലിയർ ഇൻഫെക്ഷൻ ഒട്ടോറിയ എന്ന് പറയുന്നത് ട്യൂബർക്കുലം അവെയർ ആണ്. ട്യൂബർക്കുലം ബോവിനം എന്ന് പറയുന്നത് പെർഫറേഷൻ ആണ്. മെംബ്രേനെ ടിംബാനയിൽ പെർഫറേഷൻ, മെർക് സൈനൈറ്റസ് പോലെയാണ് വരിക. വേണമെങ്കിൽ നമുക്ക് അതിൽ മെർക് സൈനൈറ്റസും കാലിമ്യൂറും നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞു. പെർഫറേറ്റഡ് ടിംബാനയൊക്കെ വരുമ്പോൾ അതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ട്യൂബർക്കുലം ബോവിനം 1 ml 200 വീക്ക്ലി ഓർ മന്ത്ലി ഒരു ഡോസ് കൊടുക്കണോണ്ട് തെറ്റില്ല. അങ്ങനെയും നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ്, തിക്ക് യെല്ലോ ഡിസ്ചാർജ്, fetid and bloody discharge, otalgia, worse warmth of bed at night, sticking pains. അത് മെർക്സോൾ ആണ് മെഡിസിൻ. തിക്ക് യെല്ലോ ഡിസ്ചാർജ് ആയിരിക്കും, ഭയങ്കര ഫെറ്റിഡ് ആയിരിക്കും, ബ്ലഡി ഡിസ്ചാർജ് ആയിരിക്കാം. പിന്നെ അതിന്റെ ഇയർ പെയിനും ഉണ്ടാവും അതിന്റെ കൂടെ. അത് ഏറ്റവും വേഴ്സ് ആവുന്നത് ഒന്ന് രാത്രി ആയിരിക്കും, കിടക്കുമ്പോഴായിരിക്കും. സ്റ്റിക്കിംഗ് പെയിൻസ്, മെർക്സോൾ ആണ് മെഡിസിൻ വരുന്നത്. നെക്സ്റ്റ്, പ്രോളിഫറസ് ഡിസീസ് ഓഫ് ദ മിഡിൽ ഇയർ വിത്ത് ഡെഫ്നെസ് ആൻഡ് ഒട്ടാൾജിയ. അതൊക്കെ നമുക്ക് റെഫറൻസിന് വേണ്ടി തിയറിറ്റിക്കൽ പോയിന്റ്സ് ആണ്, ഭാവിയിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ടിഷ്യൂ റെമഡീസിന്റെ പോയിന്റ്സ് ആണ് പറയുന്നത്. പ്രോളിഫറസ് ഡിസീസ് ഓഫ് ദ മിഡിൽ ഇയർ വിത്ത് ഡെഫ്നെസ് ആൻഡ് ഒട്ടാൾജിയ, അത് മാക്ഫോസ് ആണ്. 6X 30 എന്ത് വേണമെങ്കിൽ കൊടുക്കാം. നെക്സ്റ്റ്, സപ്പുറേറ്റീവ് മിഡിൽ ഇയർ ഇൻഫെക്ഷൻ വിത്ത് തിൻ ഐക്കറസ് ആൻഡ് ഒഫൻസീവ് ഒട്ടോറിയ ആൻഡ് അറ്റൻഡഡ് വിത്ത് ബോൺ ഡിസ്ട്രക്ഷൻ, foul otoria, external ear inflamed with swelling of the external meatus, roaring in ears, loud pistol-like retort. അത് സൈലേഷ്യാണ് മെഡിസിൻ. 6X 30, 200, 1 എന്ത് വേണമെങ്കിലും കൊടുക്കാം. മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ആണ് വിത്ത് തിൻ ഐക്കറസ് ആൻഡ് ഒഫൻസീവ് ഒട്ടോറിയ. അതിന്റെ കൂടെ തന്നെ ബോൺ ഡിസ്ട്രക്ഷനും കൂടി ഉണ്ടാവും. ഭയങ്കര ഫൗൾ ആയിരിക്കും എന്നും കൂടെ പറയാം. എക്സ്റ്റേണൽ ഇയർ ഇൻഫ്ലെയിംഡ് ആണ് വിത്ത് സ്വെല്ലിംഗ് ഓഫ് എക്സ്റ്റേണൽ മിയാറ്റസ്. പിന്നെ ചെവിന്ന് ശബ്ദം കൂടെ കേൾക്കാൻ വേണ്ടി പറ്റും. അത് സൈലേഷ്യാണ് മെഡിസിൻ. നെക്സ്റ്റ്, മിഡിൽ ഇയർ ഇൻഫെക്ഷൻ വിത്ത് ഡിസ്ചാർജ് ഓഫ് പസ് ഫ്രം ഇയേഴ്സ്. നാട്രം ഫോസിനും ആ പോയിന്റ് ഉണ്ട്. നാട്രം ഫോസിന് മിഡിൽ ഇയർ ഇൻഫെക്ഷൻ വിത്ത് ഡിസ്ചാർജ് ഓഫ് പസ് ഫ്രം ഇയേഴ്സ് എന്ന് പറയുന്നത് നാട്രം ഫോസിനും ഉണ്ട്. നെക്സ്റ്റ്, ക്രോണിക് നോൺ സെപ്പറേറ്റീവ് catarrh of middle ear where the tympanum is thickened with the pulsating, sharp and stitching pains in the ears. Noticeable pulsation in the ear. Every impulse of the heart is felt here. Beating in the ear and head, dark beefy redness of parts of ear, a mucopurulent discharge and a tendency to hemorrhage. അത് ഫെറം ഫോസിന്റെ പോയിന്റ് ആണ്. അത് നോൺ സെപ്പറേറ്റീവ് catarrh ഓഫ് മിഡിൽ ഇയർ ആണ്. സെപ്പറേഷൻ അവിടെ ഇല്ല ഫെറം ഫോസിൽ. പക്ഷെ ടിംബാനം തിക്കൻഡ് ആണ്, പൾസേറ്റിംഗ് ആയിരിക്കും, പെയിൻ ഉണ്ടാവും, ഷാർപ്പ് സ്റ്റിച്ചിങ് പെയിൻസ് ഉണ്ടാവും പറയാം. ഇയറിൽ പൾസേഷൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും നമുക്ക് ഇയറിൽ പൾസേഷൻസ് കിട്ടുക. അതേപോലെ ബീഫി റെഡ് അപ്പിയറൻസ് ഓഫ് പാർട്സ് ആയിരിക്കും ഫെറം ഫോസിൽ ഉണ്ടാവുക. അതാണ് ഫെറം ഫോസിന്റെ പോയിന്റ്. നെക്സ്റ്റ്,
മിഡിലിയർ ഇൻഫെക്ഷൻ വിത്ത് പ്യൂർലന്റ് ഡിസ്ചാർജ് ആൻഡ് ഇച്ചിങ് ആൻഡ് ബേണിംഗ് ഇൻ ദി ഇയർ, അത് നാട്രം മ്യൂർ ആണ്. മിഡിലിയർ ഇൻഫെക്ഷൻ ഉണ്ടാവും, അപ്പൊ അതിന്റെ കൂടെ പ്യൂർലന്റ് ഡിസ്ചാർജ് ഉണ്ടാവും, ഇച്ചിങ് ഉണ്ടാവും, ബേണിംഗ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുന്നത് നാട്രം മ്യൂറിനാണ്. ഇനി നെക്സ്റ്റ് ഇച്ചിങ് ഓഫ് ദി ഇയർ ആണ്. അത് പറയാൻ സമയമുണ്ടോ മാഡം? മാഡം കേൾക്കുന്നില്ല. ശൈല മാഡം ആ അൺമ്യൂട്ട് ഓക്കെ ചെയ്യണം. ഓക്കെ ഓക്കെ. എത്ര ഈ സമയം ഒരു എടുക്കും? ടോപ്പിക്കും കൂടെ പറയണോ? ഇത് കൂടെ പറയാമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് എന്തായാലും എടുക്കാം. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ. ഓക്കെ മാഡം. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് ഇച്ചിങ് ഇൻ ഇയർ ആണ്. നമ്മളടുത്ത് ഒരുപാട് പേഷ്യൻസ് വന്ന് പറയും ചെവി ചൊറിയണു എന്ന് പറഞ്ഞിട്ട് വരും. സ്ഥിരമായിട്ട് വരുന്ന പേഷ്യൻസ് ആണ്. നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഈ സിംറ്റം. ഇച്ചിങ് ഇൻ ഇയർ, ചെവിന്റെ ഉള്ളിൽ ചൊറിയണു എന്ന് പറയുകയാണെങ്കിൽ നാട്രമ്യൂർ 6x30 അല്ലെങ്കിൽ കാലിഫോ 6x30, കോൾച്ചിക്കം 30, ഇലാപ്സ്കോർ 30 ഒക്കെയാണ് നമ്മൾ കൊടുക്കുക. അല്ല, ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് നാട്രമ്യൂർ ആണ് കൊടുത്തിട്ടുള്ളത്. കോൾച്ചിക്കും ഇലാപ്സ്കോറും കാലിഫോസും എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നാട്രമ്യൂർ ആണ്. ചിലപ്പോൾ ഇനി ഈ ഒരു സിംറ്റം മാത്രമായിരിക്കില്ല പേഷ്യന്റ് ഉണ്ടാവാം, അപ്പൊ ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും സിംറ്റം കൂടി ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ അത് കോൾച്ചിക്കോ ഇലാപ്സ്കോർ ഒക്കെ ആയിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് കൊടുക്കും, എല്ലാം കൂടെ വെച്ച് കൊടുക്കും. അതല്ല, ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ, ഇച്ചിങ് ഇൻ ഇയർ ആണ്, ചെവിന്റെ ഉള്ളിൽ ചൊറിയണു, നമ്മൾ ചോദിക്കും ഉള്ളിലാണോ ചൊറിയുന്നത് പുറത്താണോ ചൊറിയുന്നത് ചോദിക്കും. ചെവിന്റെ അകത്താണ് ചൊറിയുന്നതെങ്കിൽ നാട്രമ്യൂർ ആണ് നമ്മൾ കൊടുക്കുക. വേറെ പല സിംറ്റംസ് ഒക്കെ ഉണ്ട്, അത് കോൾച്ചിക്കോ ഇലാപ്സ്കോറോ ആയിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ അതും കൊടുക്കും, കൊടുക്കണോട് തെറ്റില്ല. പക്ഷെ നമ്മൾ കൂടുതലും കൊടുത്തിട്ടുള്ളത് നാട്രമ്യൂർ 6x ആണ് കൊടുക്കുക. ഇനി ചെവിന്റെ പുറത്താണ് ചൊറിയുന്നതെങ്കിൽ നാട്രം ഫോസ് ആണ് കൊടുക്കുക. ചെവിക്ക് അകത്ത് ചൊറിയുകയാണെങ്കിൽ നാട്രമ്യൂറും പുറത്ത് ചൊറിയുകയാണെങ്കിൽ നാട്രം ഫോസും. ഇച്ചിങ് ഇൻ ഇയർ, ഇൻസൈഡ് ഓഫ് ഇയർ ആണെങ്കിൽ നാട്രമ്യൂറും, ഇച്ചിങ് ഓഫ് ഇയർ ഔട്ട്സൈഡ് ഓഫ് ദി ഇയർ ആണെങ്കിൽ നാട്രം ഫോസും ആണ് കൊടുക്കാറ്. പിന്നെ ഫ്രീക്വന്റ് സ്നീസിങ് വിത്ത് ഇച്ചിങ് ഇൻ ഇയർ, അതായത് തുമ്മലും ഉണ്ടാവും അതിന്റെ കൂടെ ചെവി ചൊറിച്ചിലും ഉണ്ടാവും. അപ്പൊ സൈക്ലാമിൻ 30 ആണ് കൊടുക്കുക. പിന്നെ നേരത്തെ സ്നീസിങ്ങിന്റെ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ കുറെ അതിന്റെ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ വേറെ മെഡിസിൻസ് സൈക്ലാമിൻ മാത്രമല്ല വേറെ ടിഞ്ചേഴ്സ് കൊടുക്കണോണ്ട് തെറ്റില്ല. തുമ്മലും ചെവി ചൊറിച്ചിലും അത് സൈക്ലാമിൻ 30 ആണ് മെഡിസിൻ. ഇനി ഇച്ചിങ് ഇൻ ഇയർ ത്രൂ ഔട്ട് ദ യൂസ്റ്റേഷ്യൻ ട്യൂബ്, ഇയർ പെയിൻ ബിക്കം വേഴ്സ് ഇൻ ബെഡ്, hyperesthesia of the auditory nerves, loud sounds or painful sounds anger him, അത് നക്സ്വോമിക് ആണ് മെഡിസിൻ. യൂസ്റ്റേഷ്യൻ ട്യൂബ് ത്രൂ ഔട്ട് ദ ചെവിന്റെ അകത്ത് ഫുള്ളും ചൊറിച്ചിലായിരിക്കും, ഇയർ പെയിനും ഉണ്ടാവും. അതേപോലെ ഹൈപ്പറസ്തീഷ്യ ഓഫ് ഓഡിറ്ററി നെർവ്സ്, ലൗഡ് സൗണ്ട്സോ അല്ലെങ്കിൽ പെയിൻഫുൾ സൗണ്ട്സ് ഒക്കെ വരുമ്പോൾ പേഷ്യന്റ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും, അത് നക്സ്വോമിക് ആണ് വരിക. പിന്നെ ഫീൽസ് ബെറ്റർ ബൈ ബോറിംഗ് ഫിംഗർ ഇൻ ഇയേഴ്സ്, നമുക്ക് ചില പേഷ്യൻസിനെ കാണും എപ്പോഴും ഇങ്ങനെ ചെവിയിൽ കൈയിട്ട് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് അങ്ങനെ ചെവി ചൊറിയുമ്പോൾ എന്തോ വലിയൊരു ആശ്വാസമാണ്, എന്തോ ചെവി തുറന്ന പോലെയോ അവർക്ക് എന്തോ ഒരു ആശ്വാസമാണ്. അതാണ് ചെവിയിൽ വിരലിടുമ്പോൾ ആശ്വാസം, അത് നാട്രം കാർബാണ് മെഡിസിൻ. ഫീൽസ് ബെറ്റർ ബൈ ബോറിംഗ് ഇൻ ഫിംഗേഴ്സ്, ഇതൊക്കെ ആക്ച്വലി ലുക്ക് ആൻഡ് പിക്ക് പോലെയാണ്. ഇപ്പൊ നമ്മളുടെ മുന്നിൽ ഒരു പേഷ്യന്റ് വന്നിരിക്കുമ്പോൾ ആ പേഷ്യന്റ് ഇങ്ങനെ ചെവി ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അത് ഇപ്പൊ നാട്രം കാർബാണ്, ഓക്കെ. അപ്പൊ അതിന്റെ വേറെ സിംറ്റംസ് ഒക്കെ നോക്കിയിട്ട് അത് നാട്രം കാർബായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ കുറച്ചും കൂടെ പ്രിസ്ക്രൈബ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതാണ് ഇതൊക്കെ ലുക്ക് ആൻഡ് പിക്കിൽ വരുന്നത്. ഫീൽസ് ബെറ്റർ ബൈ ബോറിംഗ് ഫിംഗേഴ്സ് ഇൻ ഇയേഴ്സ്, ചെവിയിൽ വിരലിടുമ്പോൾ ആശ്വാസം, അത് നാട്രം കാർബാണ് മെഡിസിൻ. നെക്സ്റ്റ് ഇയർ സ്റ്റഫിനെസ്, പെയിൻ, ലെസ് ഹിയറിംഗ് എക്സെട്ര. ഇതും ഒരുപാട് പേഷ്യൻസ് വന്ന് പറയും ചെവി അടഞ്ഞിരിക്കണു എന്ന് പറഞ്ഞിട്ട് പറയും, ചെവിക്ക് അടപ്പാണ് എന്ന് പറഞ്ഞിട്ട് പറയും. വേദന ഉണ്ടാവും പക്ഷെ ചെവിക്ക് അടപ്പാണ്, എന്തോ ഇങ്ങനെ അടഞ്ഞിരിക്കണു എന്ന് പറഞ്ഞിട്ട് കുറെ പേഷ്യൻസ് വന്ന് പറയാറുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന മെഡിസിൻ ആണ് ആൽഫാൽഫ മദർ ടിഞ്ചർ. ഒരു 5 to 10 ഡ്രോപ്സ് ഒക്കെ കൊടുക്കാം. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ 3 to 5 ഡ്രോപ്സ് കൊടുക്കാം. അഡൽട്സ് ഒക്കെ ആണെങ്കിൽ 10 to 15 ഡ്രോപ്സ് ഒക്കെ കൊടുക്കാം. പ്ലസ് ആഫ്റ്റർ 10 minutes കാലിമ്യൂർ 6x 5 tabs, ബോത്ത് 4 times ഡെയിലി. ആൽഫാൽഫയും കാലിമ്യൂറും ബോത്ത് 4 times ഡെയിലി ആണ് കൊടുക്കുക. ഇനി പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കെമോമില്ല 30 കൊടുക്കും അവർലി. ഈ പ്രിസ്ക്രിപ്ഷന്റെ കൂടെ തന്നെ പെയിൻ മാറുന്നത് വരെയും കെമോമില്ല 30 അവർലി കഴിക്കാൻ വേണ്ടി പറയും. ആൽഫാൽഫന്റെ പോയിന്റ് ആണ് സ്റ്റഫ്ഡ് ഫീലിംഗ് ഇൻ ദ യൂസ്റ്റേഷ്യൻ ട്യൂബ്സ് അറ്റ് നൈറ്റ്. അത് ബോറിക്കിൽ അറ്റ് നൈറ്റ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ നൈറ്റ് എന്ന് എടുക്കണ്ട, അത് മോർണിംഗ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും നമുക്ക് കൊടുക്കാം. സ്റ്റഫ്ഡ് ഫീലിംഗ് ഇൻ ദ യൂസ്റ്റേഷ്യൻ ട്യൂബ്സ്, ചെവി അടഞ്ഞിരിക്കണു എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആൽഫാൽഫയാണ്.
അത് ഒരുപാട് പേഷ്യൻസിന് കൊടുത്തിട്ടുമുണ്ട്, ഫീഡ്ബാക്ക് കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ അതിന്റെ കൂടെ അവരുടെ അടുത്ത് നമ്മൾ ഇയർ എക്സസൈസും കൂടെ ചെയ്യാൻ പറയും. ഇപ്പൊ ഒരു ഇയറിൽ ചെവി അടഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇയർ എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യണം. അതിന്റെ കൂടെ ഈ മെഡിസിനും കൂടെ കൊടുക്കുക. പിന്നെ കാലിമ്യൂറിന്റെ പോയിന്റ് നേരത്തെ പറഞ്ഞു, വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് റെമഡീസ് വിത്ത് ക്രോണിക് കെറ്റാറൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ മിഡിൽ ഇയർ വിത്ത് സ്റ്റഫി സെൻസേഷൻ. ആ ഒരു സ്റ്റഫി ക്രോണിക് മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാവാം, ഇല്ലാവാതിരിക്കാം, വിത്ത് ഓർ വിത്തൗട്ട് ആണ്. പക്ഷെ സ്റ്റഫിനെസ് ഉണ്ടെങ്കിൽ ആൽഫാൽഫയും കാലിമ്യൂറും ആണ് കൊടുക്കുക. സിവിയർ പെയിൻ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ കെമോമില്ല 30 കൊടുക്കും. പെയിൻ ഇല്ലെങ്കിൽ കെമോമില്ല വേണ്ട, ആൽഫാൽഫയും കാലിമ്യൂറും മാത്രം മതി. നെക്സ്റ്റ്, ബസ്സിങ് ഇൻ ഇയേഴ്സ്, സ്റ്റഫി ഇയേഴ്സ്. ചെവി അടഞ്ഞിരിക്കണു എന്നാൽ ചെവിന്റെ ഉള്ളിൽ ഒരു സൗണ്ടും വരുന്നുണ്ട്, അങ്ങനെ പറയും ചില പേഷ്യൻസ്. അപ്പൊ അവർക്കും ആൽഫാൽഫ കൊടുക്കും, 10 ഡ്രോപ്സ് കൊടുക്കും വാം വാട്ടറിൽ. പ്ലസ് ആഫ്റ്റർ 10 മിനിറ്റ്സ് ബെറേറ്റാമ്യൂർ 3x 30, അത് പൊട്ടൻസി എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. 3 ടാപ്സ്, 3x ആണെങ്കിൽ 3 ടാപ്സ് കൊടുക്കും. ബറേറ്റാമ്യൂർ 30 കൊടുക്കാം. രണ്ടും 4 ടൈംസ് ഡെയിലി കൊടുക്കാം. ആൽഫാൽഫിന്റെ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റഫി സെൻസേഷൻ ഇൻ ഇയേഴ്സ് ആണ്. ബറേറ്റാമ്യൂർ എന്ന് പറയുമ്പോൾ വിസിങ് ആൻഡ് ബസ്സിങ് ഇൻ ഇയേഴ്സ് ആണ് ബറേറ്റാമ്യൂറിന്റെ പോയിന്റ്. വിസിങ് ആൻഡ് ബസ്സിങ് ഇൻ ഇയേഴ്സ്, ആ സൗണ്ടിനാണ് നമ്മൾ ബറേറ്റാമ്യൂർ കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റഫ് ചെവി അടഞ്ഞിരിക്കണമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുത്ത് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളതാണ് ആൽഫാൽഫ മദർ ടിഞ്ചർ. ചിലർക്ക് ആൽഫാൽഫ മദർ ടിഞ്ചർ മാത്രമേ കൊടുക്കുള്ളൂ. ഒരു 10 to 15 ഡ്രോപ്സ് ഡെയിലി 4 ടൈംസ് കഴിക്കാൻ പറയും. എന്നിട്ട് ഇയർ എക്സസൈസും ചെയ്യാൻ പറയും. അതിൽ തന്നെ റിസൾട്ട് കിട്ടിയില്ല. ചിലർക്ക് ആൽഫാൽഫയും കാലിമ്യൂറും കൊടുക്കും. സൗണ്ട് കൂടി ഉണ്ടെങ്കിൽ ബറേറ്റാമ്യൂറും കൊടുക്കും. 21 ഇനി നമുക്ക് കഴിഞ്ഞോ? ഇല്ല, ഇനിയുണ്ട്. ഉണ്ട്. എന്നാ പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, കുറച്ച് സമയമുള്ളൂ. ഇയർ എക്സർസൈസ് എന്ന് പറഞ്ഞല്ലോ, അതും കൂടെ ഒന്ന് പറയാമോ? എന്താണ് എക്സർസൈസ്? ഇയർ എക്സസൈസ് പറഞ്ഞുതരാം. അതെന്താ വെച്ചാല് 2 എക്സസൈസ് ഉണ്ട്. ആദ്യത്തെ ഒരു എക്സസൈസ് ആണ് ഇയറിന്റെ നമ്മൾ ഈ ഫ്ലാപ്പ് ഉണ്ടാവും ഇവിടെ, ഇങ്ങനെ നമ്മള് ചെവി അടച്ചു വെക്കുക രണ്ടവിടെയും. ആ ഫ്ലാപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ മുകളിലോട്ട് താഴോട്ട് പറയുമ്പോ അടയാ തുറക്കുക അങ്ങനെ വരും. അതും ചെയ്യാ. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷനും കൂടെ നമ്മൾ മാറ്റുക. ഇങ്ങനെ മുഖം വികൃതമാക്കുക, ഇങ്ങനെ ചെയ്യാം. അത് നമ്മൾ ഫ്ലാപ്പിൽ കൈവച്ചിട്ട് മുകളിലോട്ട് താഴോട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അത് അടയാ തുറക്കുക. നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. അതിന്റെ കൂടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കൂടെ നമ്മൾ ചെയ്യുക, വികൃതമായിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ അത് സ്റ്റഫ് ഇയറോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഒരു എക്സസൈസ് ആണ് ചെവി അടച്ചു വെക്കുക. ഇങ്ങനെ 2 ചെവിയും അടച്ചു വെക്കുക, മൂക്കും അടയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാല് വായു അടയ്ക്കണം, മൂക്കും അടയ്ക്കണം, വായു അടയ്ക്കണം. എന്നിട്ട് നമ്മളൊരു പ്രഷർ കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തുറക്കുക. ജസ്റ്റ് ചെവി അടയ്ക്കുക, മൂക്ക് അടയ്ക്കുക, വായു അടയ്ക്കുക, എന്നിട്ട് പെട്ടെന്ന് തുറക്കുക. ഇതാണ് 2 എക്സസൈസ് നമ്മൾ പറയുക. അപ്പൊ ഈ 2 എക്സസൈസും ആണ് ഇയർ ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ, ഡിസ്ചാർജ് എന്തെങ്കിലും ഉള്ളപ്പോൾ ഈ എക്സസൈസ് ചെയ്യണ്ടെന്ന് പറയും. ഇൻഫെക്ഷൻ ഒക്കെ മാറി സെപ്പറേറ്റീവ് കണ്ടീഷൻ ഒക്കെ മാറിയതിനു ശേഷം ഈ എക്സസൈസ് ചെയ്തോളാൻ പറയും. ഇപ്പൊ ക്രോണിക് മിഡ്ലിയർ ഇൻഫെക്ഷൻ പറഞ്ഞു, പസ് ഉള്ളപ്പോൾ ചെയ്യരുത്, അത് മാറിയതിനു ശേഷം ചെയ്യാം. ഒരു ഡെയിലി രാവിലെ ഒരു 5 to 10 ടൈംസ് ചെയ്യാം, വൈകിട്ടും അതേപോലെ ചെയ്യാം. ഒരു റൂമിൽ വാതിൽ അടച്ചിരുന്നിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പറയും. ആരും കാണണ്ട, ചിലപ്പോൾ കാണുന്നവർക്ക് നാണക്കേടായിട്ട് ചെയ്യുന്നവർക്ക് നാണക്കേടായി തോന്നുന്നത് ചെയ്യുമ്പോൾ. അപ്പൊ വാതിൽ അടച്ചിരുന്നിട്ട് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം അടുത്തൊരു ക്ലാസ്സിൽ എന്തായാലും തീരത്തില്ല. ഇതൊരു അനന്ത വിശാലമായ ഒരു എന്താണ് ഒരു വിഷയമാണ്. ചെവിയുടെ കാര്യം എത്ര പറഞ്ഞാലും തീരില്ല. ഷെയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തോട്ടെ മാഡം. ഓക്കെ, എന്തായാലും വളരെ എന്താണ് ഒരിക്കൽ കൂടി ഒരു പ്രാക്ടീഷണർ അല്ല, ഒരു കൂടുതൽ ഒരു ലെക്ചറർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശോഭിച്ചേനെന്ന് എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും കോളേജിലൊക്കെ ക്ലാസ് എടുക്കാൻ നല്ലൊരു വൈദഗ്ധ്യമുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഒന്ന് സ്ലോ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു കോളേജ് അധ്യാപികയായിട്ട് ഉള്ളൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്കെങ്കിലും അത് ഗുണപ്പെട്ടു. പ്രാക്ടീസ് കഴിഞ്ഞ് നമുക്കും കൂടെ നല്ല നല്ല ക്ലാസ്സുകൾ ഡോക്ടർ എടുത്തു തരുന്നു. വളരെ ഗംഭീരമായ ക്ലാസ് ആയിരുന്നു ഇന്ന്. ഒത്തിരി എല്ലാവരും ഒരു ചെറിയ എന്താണ്
ENT സ്പെഷ്യലിസ്റ്റുകളായിട്ട് ശോഭിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ ഒന്ന് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു. നല്ലൊരു കയ്യടി. താങ്ക് യു മാഡം. ഇനി സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാം. കുറച്ച് സമയമേ ഉള്ളൂ, വലിയ സമയം ഇല്ല, 26 എന്തായാലും ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ പറയാം, ബാക്കിയുള്ളവർക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടറെ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. പിന്നെ എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പേ വന്നായിരുന്നു. ആ പേഷ്യൻ്റ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ലെഫ്റ്റ് ഇയറിൽ കേൾവി കുറവ് വന്നു. അങ്ങനെ ഒരു ഹിയറിംഗ് എയ്ഡിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ലെഫ്റ്റ് ഇയറിൽ കേൾവി ശക്തി കുറവായിരുന്നു. അപ്പോൾ പുള്ളിക്കുള്ള പ്രധാന കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ ഈ കേൾവിശക്തി കുറവുള്ള അദ്ദേഹത്തിന് നടക്കുമ്പോൾ ഒരു ബാലൻസ് ഇല്ലാത്ത പോലെ, നടക്കുമ്പോൾ ബാലൻസ് ഇല്ല, ഒരു വെള്ളം അടിച്ചുകൊണ്ട് നടക്കുന്നത് പോലെയുള്ള ഒരു ബാലൻസ് ഇല്ലായ്മയാണ് പുള്ളിയുടെ മെയിൻ പ്രശ്നം. പിന്നെ എവിടെയെങ്കിലും കൂടുതൽ നേരം നിൽക്കേണ്ടി വരികയാണെങ്കിൽ അടുത്തുള്ള പോസ്റ്റിലോ എവിടെയെങ്കിലും ഒന്ന് കൈ വെച്ച് താങ്ങി നിൽക്കണം, അല്ലെങ്കിൽ വീണു പോകുമെന്നുള്ള ഒരു പേടി. ഇങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നായിരുന്നു. അപ്പോൾ അവർക്ക് ഏത് ട്രക്കായിരിക്കും ഏറ്റവും നല്ല സാർ, ഹിയറിംഗ് ഡെഫ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് കൂടുതലും റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കോസ്റ്റിക്കും നാട്രം സൾഫും ആണ്. കാരണം ചെവി കേൾക്കില്ല എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ഓട്ടോമാറ്റിക്കലി ഡെസ്പറേറ്റ് ആവും. അപ്പൊ കോസ്റ്റിക്കും നാട്രം സൾഫും തന്നെ കൊടുത്താൽ മതിയായിരിക്കും. ഇനി ഏതെങ്കിലും മെഡിസിൻ എക്സ്ട്രാ വേണോന്നുണ്ടെങ്കിൽ ഞാൻ അത് റെഫർ ചെയ്തിട്ട് സാറിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് സെഷനിൽ പറയാം. ശരി. അപ്പോൾ ചോദിക്കാം. പിന്നെ ജയചന്ദ്രൻ ഡോക്ടറെ. ഓക്കെ, ജയചന്ദ്രൻ ഡോക്ടറെ. പിന്നെ ഒരു കാര്യം, ഈ ചെവി എക്സസൈസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ENT ഡോക്ടർമാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ചെവിയുടെ ഈ പിന്നെ ഭാഗം പിടിച്ച് കുലുക്കുക, 2 ചെവി ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട് ENT ഡോക്ടർമാർ. അത് പറയുന്നുണ്ട്. പിന്നെ ചെവിക്ക് ഇങ്ങനെ അടപ്പ് വരുമ്പോൾ ആ ഭാഗം തല തിരിച്ചിട്ട് ചെവിയുടെ പിന്നയിൽ പിടിച്ച് കുളിക്കുകയും വാ തുറക്കുകയും അടയ്ക്കുകയും കൂടെ ചെയ്യുക എന്നുള്ള ENT ഡോക്ടർമാർ പറയുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞങ്ങള് പേഷ്യൻസിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാറ് ഈ 2 എക്സസൈസും ആണ്. രാം സാറ് ചെയ്തിട്ടുള്ളതും ഈ എക്സസൈസ് ആണ്. ഇതിനാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞതിലും ഇതേപോലെ ചെവിയും വായും മൂക്കും എല്ലാം അടച്ചു വെച്ചിട്ട് പെട്ടെന്ന് പ്രഷർ കൊടുത്ത് തുറക്കാം, ഒച്ചത്തിൽ തുറക്കാം. അത് അതേപോലെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്താൽ മതിയാവുമായിരിക്കും. ജയചന്ദ്ര ഡോക്ടറെ, ഹോമിയോ മരുന്ന് കൊടുക്കുമ്പം ഹോമിയോപ്പതി ഡോക്ടർ പറഞ്ഞ് എക്സർസൈസ് ചെയ്യുക. ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ ചിലപ്പോ ആ എക്സസൈസ് നല്ലതായിരിക്കും, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള ENT ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലാതെ ഉണ്ടാവുമായിരിക്കും. കേട്ടിട്ടില്ല. നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ 2 എക്സസൈസ് ആണ്. ഇത് രണ്ടും പ്രയോഗിച്ചു നോക്കാം, ഏതാണോ നല്ല റിസൾട്ട് കിട്ടുന്നത് അത് പറയും. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ സൈനസൈറ്റിസിന് നല്ലതാണ്. ഈ മൂക്കിന്റെ അവിടെ പ്രഷർ കൊടുക്കുന്നത് സൈനസൈറ്റിസിന് നന്നായിരിക്കും. ഓക്കെ. വൈദ്യര ഡോക്ടർ എന്തോ ഒരു മെസ്സേജ് എഴുതി കാണിച്ചല്ലോ. വൈദ്യര ഡോക്ടർ ഉണ്ടോ? വൈദ്യര ഡോക്ടർക്ക് എന്തോ ഒരു മെസ്സേജ് എഴുതി കാണിച്ചായിരുന്നു ചാറ്റ് ബോക്സില്. വൈദ്യര ഡോക്ടർ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഹലോ, ഒന്നുമില്ല. ഞാൻ ഇപ്പൊ മുമ്പ് ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെ. ഒരു ലെക്ചറല്ല, പ്രൊഫസറാ. പാലക്കാട് ഹോമിയോ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് ക്ലാസ് എടുത്തെന്ന് പറഞ്ഞതാ. അലോപ്പതി സുൽഫിയൊന്നും കേക്കട്ടെ ഈ ക്ലാസ്, പുള്ളി ഓടും. അതാണ്, പുള്ളിയെ കൂടെ ഒരു ദിവസം വിളിക്കാം നമുക്ക്. എന്തായാലും വളരെ നല്ല കാര്യം. അപ്പൊ ഇനി ഇന്നത്തെ ക്ലാസ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി, നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നല്ലൊരു നന്ദി പറയുന്നതിന് വേണ്ടി ഷീല ഡോക്ടറെ ക്ഷണിക്കുന്നു. ഷീല ഡോക്ടർ ഉണ്ടോ? ഷീല ഡോക്ടറെ ഒന്ന് കോഹോസ്റ്റ് ആണല്ലോ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഷീല ഡോക്ടർ ഉണ്ടോ? കാണുന്നില്ലല്ലോ. ഇല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിന് നന്ദി പറയുന്നതിന് ഞാൻ വൈദ്യര ഡോക്ടറെ തന്നെ ക്ഷണിക്കുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ശ്രീലേഖ ഡോക്ടർക്ക് IFPHന്റെ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ, വിദ്യാർത്ഥികളുടെയും ഹോമിയോ ലവേഴ്സിന്റെയും ഡോക്ടേഴ്സിന്റെയും എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും കൂടുതൽ സ്പെഷ്യാലിറ്റികളായിട്ട് കൂടുതൽ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.
താങ്ക് ഓക്കെ, യു. വൈദ്യർ ഡോക്ടർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്ന് ഉണ്ടായിരുന്ന സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ശ്രീലേഖ ഡോക്ടറുടെ ക്ലാസ്സുകൾ ഞങ്ങൾ ഇനിയും എല്ലാ വിഷയത്തിലും സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഡോക്ടർ വരണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതേ സമയം കാണും വരേക്കും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.